യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. നമ്മൾ കഴിഞ്ഞ ദിവസം എഫേസ്യ ലേഖനത്തിൽ നിന്നായിരുന്നു പഠിച്ചത്. ഓർക്കുന്നുണ്ടോ? 7 വൺസ്, ഒരു വിശ്വാസം, ഒരു സ്നാനം, അങ്ങനെ 7 നമ്മൾ ചിന്തിച്ചു. ഈ എഫേസ്യ ലേഖനത്തിൽ നിന്ന് തന്നെ അതിൻ്റെ 4-ന്റെ 1 തുടങ്ങി വായിക്കുമ്പോൾ, അതുകൊണ്ട് കർത്താവിൽ തടവുകാരനായിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് അനുസൃതമായി ജീവിക്കുക. ഈ പോളിന്റെ റൈറ്റിങ്സ് അല്ലെങ്കിൽ അപ്പസ്തലന്മാരെല്ലാം റൈറ്റിങ്സ് എടുക്കുമ്പോൾ ഒരു കാര്യം നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് അത് കീഴോട്ടുള്ളത് വായിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. എല്ലാ ലേഖനവും എടുക്കുമ്പോൾ, ഇപ്പോൾ ഇത് എഫേസ്യ ലേഖനം, പോളിന്റെ ലേഖനങ്ങൾ, പ്രധാനപ്പെട്ട റോമ ലേഖനം, എഫേസ്യ ലേഖനം, കൊളോസ്യ ലേഖനം, അല്ലെങ്കിൽ തീത്തോസിനുള്ള ലേഖനം, ഇതെല്ലാം എടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ആദ്യ ഭാഗങ്ങളിലെല്ലാം അതിൻ്റെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ഇൻവിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, വിശ്വാസത്താലുള്ള നീതീകരണം, ജസ്റ്റ് ഇതെല്ലാം ഒന്ന് നോക്കിയിട്ട് വി വിൽ കം ബാക്ക് ടു എഫേഷ്യൻസ് 4. ഇപ്പോൾ റോമ ലേഖനം എടുത്താൽ മുഴുവൻ എടുക്കാനല്ല, ജസ്റ്റ് അതിൻ്റെ 1 തുടങ്ങി 11 വരെ പഠിച്ചിട്ടുള്ള, ജസ്റ്റ് അതിനെക്കുറിച്ചൊന്നും പറയുന്നുള്ളൂ, സ്ഥലങ്ങൾ എടുക്കുന്നില്ല. അപ്പോൾ 1-ാം അധ്യായത്തിൽ നമുക്കറിയാം, ദുഷ്ടത കൊണ്ട് സത്യത്തെ അമർത്തി വെച്ചിരിക്കുന്ന മനുഷ്യന്റെ എല്ലാ അഭക്തിക്കുമെതിരായിട്ട് ദൈവത്തിന്റെ ക്രോധം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രകൃതി ദൈവത്തിന്റെ മഹത്വം വിളംബരം ചെയ്യുന്നു, അതുകൊണ്ട് ആർക്കും ഒഴികഴിവില്ല. 2-ാം അധ്യായത്തിൽ എല്ലാ മനുഷ്യന്റെ പാപാവസ്ഥ, എല്ലാ മനുഷ്യരും, അല്ലെങ്കിൽ യഹൂദിന് ഒരു വ്യത്യാസവും ഇല്ല. 1-ാം അധ്യായത്തിൽ പറഞ്ഞ് ലോകത്തിൽ എല്ലാ മനുഷ്യരും പാപികൾ, 2-ാം അധ്യായത്തിൽ പറഞ്ഞ് നിയമം ഉണ്ടായിരുന്നിട്ട് യഹൂദിന് പാപികൾ, എന്നിട്ട് 3-ാം അധ്യായത്തിൽ പറഞ്ഞ് അങ്ങനെ എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ്സിനായ യോഗ്യരായി. എന്നാൽ നിയമത്തിന് പുറത്ത് ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടു. 4-ാം അധ്യായം, 5-ാം അധ്യായം, 6-ാം അധ്യായം, 7-ാം അധ്യായം, 8-ാം അധ്യായം, 9, 10, 11 എല്ലാം ഇങ്ങനെയുള്ള ഹെവൻലി കാര്യങ്ങൾ, നിയമത്തിൽ നിന്ന് ക്രിസ്തു സ്വാതന്ത്ര്യം നേടിയത് എല്ലാം പറഞ്ഞിട്ട് 12-ാം അധ്യായം തുടങ്ങുന്ന, അതായത് റോമാലേഖനം ആദ്യം ഇതെല്ലാം പറഞ്ഞിട്ട് 12-ാം അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് എന്താ, അതായത് ഇത്രയും തിയറി പറഞ്ഞിട്ട് പിന്നീട് അതിന്റെ പറയണം, അതുകൊണ്ട് ഇനി ജീവിതം എങ്ങനെയാണ്. ഇപ്പൊ എഫേസ്യ ലേഖനം എടുത്താൽ ഈ 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായത്തിലെല്ലാം നമുക്ക് അറിയാവുന്ന സ്ഥലങ്ങളാണ്. അതായത് സ്വർഗീയത, ക്രിസ്തുവിൽ ഉന്നത സ്ഥാനത്തിൽ നമ്മളെല്ലാവരും ആത്മീയമായിട്ട് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ആ ദൈവസ്നേഹത്തിന്റെ നീളം, വീതി, ആഴം, ഉയരം അറിയാൻ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. 2-ാം അധ്യായത്തിൽ പാപികളായിരുന്ന, അല്ലെ ക്രിസ്തുവിൽ നിന്ന് അനുസരണക്കേടിന്റെ മക്കളായിരുന്ന നമ്മളെ ദൈവത്തിന്റെ മഹാകരുണയാല് പ്രവൃത്തികളുടെ ഫലമായിട്ടല്ല, വിശ്വാസത്താൽ നമ്മളെ നീതീകരിച്ച് സ്വർഗീയ സ്ഥാനങ്ങളിലെത്തി. അപ്പസ്തോലന്മാരും പ്രവാചകരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ നമ്മൾ പണിയപ്പെട്ടു. അങ്ങനെ 3-ാം അധ്യായം വരെ കഴിഞ്ഞിട്ട് 4-ാം അധ്യായത്തിൽ തുടങ്ങുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ എഫേസ്യ ലേഖനം 4-ന്റെ 1 അതാ പറയുന്നത്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. പിന്നെ പറയുന്ന എല്ലാം ജീവിതത്തെ കുറിച്ചാണ്. നമ്മളറിയാം, ഭാര്യ ഭർത്തൃ ബന്ധം ഇങ്ങനെയായിരിക്കണം, നമ്മൾ എങ്ങനെയായിരിക്കണം, അങ്ങനെയായിരിക്കണം. ദെൻ കൊളോസ്യ ലേഖനം എടുത്താലും അതിന്റെ 1-ഉം 2-ഉം ഇങ്ങനെയെല്ലാം തിയറി പറഞ്ഞിട്ട് 3-ാം അധ്യായത്തിൽ തുടങ്ങുകയാണ്, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നുണ്ട്, മനസ്സ് സ്വർഗത്തിൽ അർപ്പിച്ചിട്ട് ജീവിതത്തെ കുറിച്ച് പറയാം. ഭാര്യമാരിങ്ങനെയായിരിക്കണം, ഭർത്താക്കന്മാരിങ്ങനെയായിരിക്കണം, ദാസന്മാരിങ്ങനെയായിരിക്കണം, ദാസിമാരിങ്ങനെയായിരിക്കണം. പത്രോസിന്റെ ലേഖനം എടുത്താൽ നമുക്കറിയാം. പത്രോസ്, ഫസ്റ്റ് പീറ്റർ എടുത്താൽ അതിന്റെ ആദ്യം നമ്മൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത് സ്വർണം, വെള്ളി തുടങ്ങിയ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, കുഞ്ഞാടിൻ്റേത് പോലുള്ള നിഷ്കളങ്കമായിട്ടുള്ള രക്തം കൊണ്ടാണ്. ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് 2-ാം അധ്യായത്തിൽ പറയാണ്, അതുകൊണ്ട് അവന്റെ കാൽച്ചുവടുകളെ പിൻപറ്റാൻ ഒരു മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നു. 3-ാം അധ്യായത്തിൽ ലൈക്ക് വൈസ്, അതുകൊണ്ട് ഭാര്യമാരിങ്ങനെയായിരിക്കണം, ദാസന്മാരിങ്ങനെ, ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ അതിൻ്റെ ഈ ഫസ്റ്റ് പാർട്ടും തിയറി നൽകിയിരിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് ദെയർഫോർ എല്ലാ ലേഖനങ്ങളുടെയും ആദ്യം അതിന്റെ തിയറിറ്റിക്കൽ പാർട്ട് പറഞ്ഞിട്ട് ദെയർഫോർ ഇങ്ങനെ ജീവിക്കണം. ഇവർക്ക് എല്ലാവർക്കും എവിടുന്ന് ഈ ഐഡിയ കിട്ടി എവിടുന്നാന്ന് പറയാം. കാരണം കർത്താവ് തൻ്റെ ജീവിതത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഗിരിപ്രഭാഷണമാണ് ക്രിസ്ത്യ ജീവിതം. ഗിരിപ്രഭാഷണത്തിൽ ശത്രുക്കളോട് ഇങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ കണ്ണിനെ ഇങ്ങനെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം, ഉപവസിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം, അങ്ങനെ എല്ലാം. എൻ്റെ കൺക്ലൂഷൻ എങ്ങനെയാണ് അവസാനം? 7-ാം അധ്യായം
നമ്മളിത് അറിഞ്ഞിരിക്കേണ്ട കാര്യം. കാരണം ഈ ക്രിസ്ത്യ ജീവിതത്തിൽ പലപ്പോഴും നമ്മളിത് മറന്നുപോകും. മാത്യു ചാപ്റ്റർ 7 എടുക്കുമ്പോൾ ഏഴിന്റെ 24 വായിക്കുമ്പോൾ 7:24 മാത്യു 7:24 ഈ ട്രാൻസ്ലേഷനുകളിൽ 7:24 ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ മലയാളമായിട്ട് വ്യത്യാസമുണ്ട്. സത്യവസം 7:24 കേട്ടോ. ആകയാൽ എന്നുള്ളത് ഈ ഓശാനയിലില്ല, പക്ഷെ അത് ഇംഗ്ലീഷിലുണ്ട്. 7:24 ഇങ്ങനെയാണ്, therefore കർത്താവ് പറയുന്നതാണ്, therefore എൻ്റെ ഈ വാക്കുകളെ കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ. കാരണം ഈ അപ്പസ്തോലന്മാർക്കെല്ലാം അവരുടെ എല്ലാ ടീച്ചിങ്ങിന്റെയും ബേസിസ് എന്ന് പറയുന്നത് കർത്താവിന്റെ ടീച്ചിങ്സാണ്. കർത്താവിന്റെ ടീച്ചിങ്സിനെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ, അല്ലെ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ള രീതിയിലേക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി തരുന്നതാണ് അപ്പസ്തോലന്മാരുടെ എല്ലാ ലെറ്ററുകളും. അപ്പൊ കർത്താവിന്റെ ഗിരിപ്രഭാഷണമാണ് ക്രിസ്ത്യൻ മാഗ്ന കാർട്ട, അല്ലെ ക്രിസ്ത്യൻ ജീവിതത്തിന്റെ നട്ടല്, അല്ലെ അച്ചുതണ്ടെന്ന് പറയുന്നത് കർത്താവിന്റെ ഗിരിപ്രഭാഷണമാണ്. മാത്യു ചാപ്റ്റർ 5, 6, 7. അപ്പൊ 7 കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, 24 സെന്റൻസ്, therefore അല്ലെങ്കിൽ ആകയാൽ എൻ്റെ ഈ വാക്കുകൾ കേട്ട് പ്രവർത്തിക്കുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിമാൻ തുല്യനാണ്. മഴ പെയ്തു, വെള്ളപ്പൊക്കം ഉണ്ടായി, കാറ്റ് ആ വീടിന്മേൽ ആഞ്ഞടിച്ചു, എന്നാൽ അത് വീണില്ല, കാരണം പാറമേലായിരുന്നു അതിന്റെ അടിത്തറ. അതിന്റെ ഓപ്പോസിറ്റും പറയാം, എൻ്റെ ഈ വാക്കുകൾ കേട്ടിട്ടും അപ്രകാരം പ്രവർത്തിക്കാത്തവൻ മണലിൽ വീട് പണിത ഭോഷന് തുല്യനാണ്. മഴ പെയ്തു, വെള്ളപ്പൊക്കം ഉണ്ടായി, കാറ്റ് ആ വീടിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിന്റെ വീഴ്ച വലുതായിരുന്നു. അപ്പൊ നമ്മളെല്ലാവരും ബേസിക്കലി അറിയേണ്ട ഒരു കാര്യം, നമ്മൾ പലപ്പോഴും ഈ ക്രിസ്ത്യ കോളത്തിലെ തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും എല്ലാം ഈ ഫസ്റ്റ് പാർട്ടിനെ കുറിച്ചാണ്. രക്ഷ നഷ്ടപ്പെടുമോ, രക്ഷ നഷ്ടപ്പെടില്ലയോ, ഭാഷാപരമുണ്ടോ ഇല്ലയോ, എങ്ങനെയാണ് കർത്തൃമേശ നടത്തേണ്ടത്, എങ്ങനെയാണ്, ഇങ്ങനെ എല്ലാം ഈ ഫസ്റ്റ് പാർട്ടിനെ കുറിച്ച് മാത്രമേ തർക്കമുള്ളൂ. സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് ആർക്കും തർക്കമില്ല. വേറാസ് ഈ ഫസ്റ്റ് പാർട്ട് പഠിപ്പിച്ചേക്കുന്ന എല്ലാം സെക്കൻഡ് പാർട്ടിന് വേണ്ടിയാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ പിശാചിന്റെ ഡിസെപ്ഷൻ എന്ന് പറയുന്നത്. അത് അപ്പസ്തോലന്മാരത് റിപ്പീറ്റഡ് ആയിട്ട് പഠിപ്പിച്ചു. ഡിസീവ്ഡ് ആകരുത്, വഞ്ചിക്കപ്പെടരുത്. ഈ 1 കൊരിന്ത്യർ 6 എടുക്കുമ്പോൾ അപ്പൊ നമ്മളെ സംബന്ധിച്ചും നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഒരുപക്ഷെ നമുക്ക് ഈ ഫസ്റ്റ് പാർട്ടിൽ ഒരുപക്ഷെ നോളജ് കുറവായിരിക്കും, കുഴപ്പമില്ല. സെക്കൻഡ് പാർട്ട് ഉണ്ടെങ്കിൽ 1 കൊരിന്ത്യർ 6 അതിന്റെ 9 തുടങ്ങി വായിക്കുമ്പോൾ വായിക്കും. അധർമ്മികൾ ദൈവരാജ്യം അതന്നെ, അധർമ്മികൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ, നിങ്ങൾ വഞ്ചിതരാകരുത്. അപ്പൊ അവിടെ പറയുന്നത്, നിങ്ങൾ അതിനകത്ത് ഇംഗ്ലീഷിലാണെങ്കിൽ നിങ്ങൾ യു ഷുഡ് നോട്ട് ഗെറ്റ് ഡിസീവ്ഡ് ആയത്, നിങ്ങൾ വഞ്ചിതരാകരുത്. അസാൻമാർഗികളോ, വിഗ്രഹാരാധകരോ, വ്യഭിചാരികളോ, സർവാംഗ സംഭോഗികളോ, സ്വവർഗ സംഭോഗികളോ, കള്ളന്മാരോ, അതിപലിശക്കാരോ, മദ്യപാന്മാരോ, പരദൂഷകരോ, കവർച്ചക്കാരോ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളിൽ ചിലർ അത്തരക്കാരായിരുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിലും നിങ്ങൾ കഴുകപ്പെട്ടു, പവിത്രീകരിക്കപ്പെട്ടു, നീതീകരിക്കപ്പെട്ടു. അപ്പൊ അവിടെ പൗലോസ് കൊറിന്തോസ്കാരോട് പറയാണ്, നിങ്ങൾ എന്താകരുത്, ഡിസീവ്ഡ് ആകരുത്, വഞ്ചിതരാകരുത്. കാരണം ഇന്നും ഈ ഡിസെപ്ഷൻ ക്രിസ്തീയ കോളത്തിലുണ്ട്, അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. കാരണം നമ്മൾ രക്ഷിക്കപ്പെട്ടു, ഇനി ലൈഫുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല. കാരണം കർമ്മങ്ങളുടെ ഫലം അല്ല രക്ഷ. നമ്മൾ രക്ഷിക്കപ്പെട്ടു, അതുകൊണ്ട് ഇനി ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അവിടെ പ്രത്യേകം പറയുകയാണ്, കൊരിന്തോസ്കാരോട് പറയാം, നിങ്ങൾ ഡിസീവ്ഡ് ആകരുത്, അധർമ്മികൾ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. അസന്മാർഗികളോ, വിഗ്രഹാരാധകരോ, വ്യഭിചാരികളോ, സ്വർഗ സംഭോഗികളോ, കള്ളന്മാരോ, അതിപലിശക്കാരോ, മദ്യപന്മാരോ, പരദൂഷകരോ, കവർച്ചക്കാരോ ദൈവരാജ്യം അവകാശമാക്കിയില്ല. അപ്പൊ നമ്മൾ ഇന്ന് അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടു. നമ്മൾ ചിന്തിക്കാറുള്ള പോലെ ഈ രക്ഷിക്കപ്പെട്ടോ എന്ന് വ്യക്തമാകുന്നത് പിന്നീടുള്ള ജീവിതത്തിലൂടെയാണ്. നമ്മൾ ഇത് തന്നെ അപ്പസ്തോലൻ റിപ്പീറ്റഡ് ആയിട്ട് പഠിപ്പിക്കുന്നത്. റോമാലേഖനം 4 എടുത്താൽ അബ്രാഹത്തിന്റെ വിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞു. യാക്കോബ് അബ്രാഹത്തിന്റെ വിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞു. യാക്കോബ് പറയാണ്, അബ്രാഹം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു,
പക്ഷെ രക്ഷിക്കപ്പെട്ടെന്ന് ഉറപ്പായത്, നീതീകരിക്കപ്പെട്ടെന്ന് ഉറപ്പായത് ഇസ്ഹാക്കിനെ ബലി കഴിച്ചപ്പോഴാണ്. അല്ലെങ്കിൽ റാഹാബ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. യാക്കോബിന്റെ ലേഖനം ഒരു കാരണവശാലും വിശ്വാസത്താലുള്ള നീതീകരണത്തിന്റെ എതിരല്ല. പെട്ടെന്ന് വായിക്കുമ്പോൾ നമുക്ക് തോന്നും, അതിനകത്തുള്ള ചില സെന്റൻസ് കാണുമ്പോൾ നമുക്ക് തോന്നും അപ്പൊ വിശ്വാസത്താൽ മാത്രമല്ല നീതീകരണം. ആ അപ്പസ്തലൻ പഠിപ്പിക്കുന്നതും യാക്കോബ് പഠിപ്പിക്കുന്നതും പൗലോസ് പഠിപ്പിക്കുന്ന ഒരേ കാര്യം തന്നെയാണ്. പൗലോസ് അതേ കാര്യം തന്നെ ഇവിടെ പറയുന്നത്. അതായത് നിങ്ങൾ വഞ്ചിതരാകരുത്, ഈ അധർമ്മികൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. കൊറിന്തോസരോട് പറയുകയാണ്, നിങ്ങൾ ഒരു കാലത്ത് അങ്ങനെയായിരുന്നു, എന്നാൽ എങ്ങനെ മാറ്റം വന്നതാണ് 11ാം സെന്റൻസിൽ, നിങ്ങളിൽ ചിലർ അത്തരക്കാരായിരുന്നു, എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിലും നിങ്ങൾ കഴുകപ്പെട്ടു, പൗത്രീകരിക്കപ്പെട്ടു, നീതീകരിക്കപ്പെട്ടു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അറിയേണ്ട ഒരു കാര്യം, ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ആൾക്കാർ രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനായിട്ടുള്ള ടെസ്റ്റുകൾ അവിടെ എഴുതിയേക്കും. നിങ്ങൾ ഡിസീവ്ഡ് ആകരുത്. അസന്മാർഗിയാണ് രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്ന ഒരാൾ, അസന്മാർഗിയാണെങ്കിൽ ഡിസെപ്ഷനിൽ ജീവിക്കുന്ന ഒരാളാണ്. ഇപ്പൊ വിഗ്രഹാരാധകനാണെങ്കിൽ നമുക്കറിയാം, ന്യൂ ടെസ്റ്റാമെന്റിലെ വിഗ്രഹാരാധന എന്ന് പറയുന്നത് വിഗ്രഹം വെക്കുന്നത് വിഗ്രഹാരാധന തന്നെയാണ്. ബട്ട് അതല്ല അതിന്റെ ആത്മീയമായിട്ട് അല്ലെങ്കിൽ ആന്തരികമായിട്ട് ക്രിസ്ത്യൻ ടീച്ചിങ് എല്ലാം ആന്തരികമാണല്ലോ. അപ്പം വിഗ്രഹാരാധന എന്ന് ന്യൂ ടെസ്റ്റാമെന്റിൽ പറയുമ്പോൾ നമുക്കറിയാൻ സ്ഥലം, എന്നാലും ജസ്റ്റ് ഒന്നും എടുക്കുന്നതല്ല. കൊളോസി ലേഖനത്തിലും എഫേസ്യ ലേഖനത്തിലും എഴുതിയിട്ടുണ്ട്. എഫേഷ്യൻസ് 5 അതിന്റെ 5 വായിക്കുമ്പോൾ ഇക്കാര്യം നന്നായി അറിയുക, അവിഹിത വേഴ്ചക്കാരനോ അശുദ്ധനോ അത്യാഗ്രഹിക്കോ അതായത് വിഗ്രഹാരാധകനോ ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ ഒരു അവകാശവുമില്ല. ഉള്ള വാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, കാരണം ഈ വക കാര്യങ്ങൾ നിമിത്തമാണ് അനുസരണ ഇല്ലാത്തവരുടെ മേൽ ദൈവക്രോധം നിപതിക്കുന്നത്. അവിടെയും പൗലോസ് അഗെയിൻ ഉപയോഗിക്കുന്ന വേർഡ് ഡോണ്ട് ഗെറ്റ് ഡിസീവ്ഡ് എന്നാണ്. അതായത് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, ഉള്ള വാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഇവിടെ പറഞ്ഞേക്കുന്ന റീസൺ എന്ന് പറയുന്നത്, ഉള്ള വാക്കുകൾ കൊണ്ട് ആരും വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞേക്കുന്നത്, രക്ഷിക്കപ്പെട്ടെന്ന് പറയും, അല്ലെങ്കിൽ കർത്താവിന് ജീവിതം കൊടുത്തെന്ന് പറയും. പക്ഷെ ജീവിതത്തിൽ ഈ ഇവിടെ പറഞ്ഞേക്കുന്ന ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ എന്താന്ന് പറഞ്ഞേക്കുന്നത്, യു ആർ ഗെറ്റിംഗ് ഡിസീവ്ഡ് ആവുകയാണ്. എന്നിട്ട് അവിടെ പറഞ്ഞേക്കുവാണ്, ഉള്ള വാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ, അത് 3ാം സെന്റൻസ് തുടങ്ങി എഴുതിയേക്കാണ്, അവിഹിത വേഴ്ചയുടെയോ എന്തെങ്കിലും അശുദ്ധിയുടെയോ അത്യാഗ്രഹത്തിൻ്റെയോ പേര് പോലും നിങ്ങളുടെ ഇടയിൽ കേൾക്കരുത്. അവ വിശുദ്ധർക്ക് യോജിച്ചതല്ല. അശ്ലീല സംസാരമോ വ്യർത്ഥ ഭാഷണമോ പരിഹാസമോ അരുത്. അത് നിങ്ങൾക്ക് യോജിച്ചതല്ല. വേണ്ടത് കൃതജ്ഞതാസ്തോത്രമത്രേ. ഇക്കാര്യം നന്നായി അറിയുക, അവിഹിത വേഴ്ചക്കാരനോ അശുദ്ധനോ അത്യാഗ്രഹിക്കോ അതായത് വിഗ്രഹാരാധകനോ ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ ഒരു അവകാശവുമില്ല. ഉള്ള വാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയുന്നത്, ഈ അപ്പസ്തോലന്മാര് പഠിപ്പിച്ച എല്ലാ പഠിപ്പീരിന്റെയും ഈ ഫസ്റ്റ് പാർട്ടിൽ ഒരിക്കലും അവസാനിക്കുന്നില്ല. സെക്കൻഡ് പാർട്ടാണ് ഈ ഫസ്റ്റ് പാർട്ടിന്റെ ബെനിഫിറ്റ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടു, നമുക്ക് പൊതുവെ ക്രിസ്തീയ കോളത്തിൽ പറയപ്പെടുന്ന ഒരു കാര്യം, അപ്പൊ നമ്മൾ ഈ പറയുന്ന ലേഖനത്തിൽ വായിച്ചു, മദ്യപന്മാരെ കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നത്? അതായത് അതിപലിശക്കാരോ മദ്യപന്മാരോ പരദൂഷകരോ കവർച്ചക്കാരോ ദൈവരാജ്യം അവകാശമാക്കിയില്ല. പൊതുവെ ക്രിസ്തീയ കോളത്തിൽ പറയപ്പെടാറുണ്ട്, അല്പമദ്യം ബോധജ്ഞാനത്തെ തെളിയിക്കുന്നു. പക്ഷെ ബൈബിൾ എന്താ പഠിപ്പിക്കുന്നത്? ഡ്രങ്കാർഡ്സ് വിൽ നെവർ ഇൻഹെറിറ്റ് ദി കിങ്ഡം ഓഫ് ഹെവൻ എന്ന്. മദ്യപന്മാര് ഒരിക്കലും, അല്ലെങ്കിൽ പരദൂഷകര്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ടത്, കൊറിന്തോസുകാരോട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കഴുകപ്പെട്ടു, ആത്മാവിനാൽ അല്ല, യേശുക്രിസ്തുവിന്റെ നാമത്തിലും ദൈവത്തിന്റെ ആത്മാവിലും നിങ്ങൾ കഴുകപ്പെട്ടു, പവിത്രീകരിക്കപ്പെട്ടു, നീതീകരിക്കപ്പെട്ടു. അതുകൊണ്ട് ഈ ഇരുട്ടിന്റെ പ്രവൃത്തികളുമായിട്ട് നമുക്ക് ഒരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ എഗെയിൻ നമ്മൾ കൊളോസ്യ ലേഖനം എടുക്കുമ്പോൾ ജസ്റ്റ് എല്ലാ ലേഖനങ്ങളുടെയും നമ്മൾ ആ ഒരു സ്ട്രക്ചർ നമ്മളൊന്ന് മനസ്സിലാക്കണം. കൊളോസ്യ ലേഖനത്തിലും 3ാം അധ്യായത്തില് 3:1 സത്യവേദോസം വായിക്കും. അവിടെയുണ്ടോ? ആകയാൽ therefore സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഇഫ് ദെൻ യു വേർ റേസ്ഡ് വിത്ത് ക്രൈസ്റ്റ്. അപ്പോൾ ആകയാൽ, അപ്പൊ ഇത്രയും കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയാണ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുക. അതെ, അവിടെ ഒരു കാര്യം പറഞ്ഞു. കുറേ കാര്യം 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും കുറേ ആത്മീയമായിട്ടുള്ള മർമ്മങ്ങൾ നമുക്കറിയാവുന്ന കാര്യം. അവൻ കുരിശിൽ തറയ്ക്കപ്പെട്ട് പിശാചിനെ, അല്ലെങ്കിൽ അതിന്റെ 2:14 തുടങ്ങി വായിക്കുമ്പോൾ നിയമത്തിന്റെ സകല നിബന്ധനകളോടും കൂടി നമുക്കെതിരെ നിലവിലിരുന്ന ആ പ്രമാണപത്രം അവൻ റദ്ദാക്കി, അത് കുരിശിൽ തറച്ച് അവൻ അസാധുവാക്കി, പ്രഭുക്കന്മാരെയും അധികാരികളെയും അവൻ നിരായുധരാക്കി, അവരുടെ മേൽ കുരിശാൽ വിജയം വരിച്ച് അവരെ പരസ്യ പരിഹാസ വിഷയമാക്കി പറഞ്ഞേക്കാണ്. അതുകൊണ്ട് തിരുനാളുകളുടെ പേരിലോ ശാപത്തിന്റെ പേരിലോ ആരും നിങ്ങളെ കുറ്റം വിധിക്കാതിരിക്കട്ടെ. പിന്നീട് ക്രിസ്തുവിനോടൊത്ത് പ്രാപഞ്ചികമായ ആദ്യ തത്വങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ മരിച്ചെങ്കിൽ എന്തുകൊണ്ടാണ് വീണ്ടും ജാതികളെ പോലെ എടുക്കരുത്, തുടരുത്, രുചിക്കരുത് എന്നുള്ള നിബന്ധനകൾക്ക് നിങ്ങൾ വിധേയരാകുന്നത്? ഇതിനൊക്കെ ഭക്തി തീക്ഷ്ണതയുണ്ട്, എന്നാൽ അത് ജഡത്തെ കൺട്രോൾ ചെയ്യുന്നതിൽ ഒരു രീതിയിലും ഉപകാരപ്പെടില്ല. ഇതിനുള്ള ഒത്തിരി ഇന്റേണൽ അല്ലെങ്കിൽ അകത്തുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് 3-ാം അധ്യായത്തിൽ പറയാണ് ആകയാൽ എന്താ? ആകയാൽ ക്രിസ്തുവിനോടുകൂടി ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ. അപ്പൊ നമ്മൾ ഉയർപ്പിക്കപ്പെട്ടോ എന്ന് അറിയുന്നത് എങ്ങനെയാണ്? കാരണം നമ്മളെല്ലാം ഉയർപ്പിക്കപ്പെട്ടെന്ന് വിശ്വസിക്കുന്നവരും ഉയർപ്പിക്കപ്പെട്ടോ എന്ന് അറിയുന്നത്, അതാ ഈ പൗലോസിന്റെ എല്ലാ ലേഖനങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ ഫസ്റ്റ് പാർട്ട് ശരിയായിട്ടുണ്ടോ എന്ന് നമ്മളെ തന്നെ ടെസ്റ്റ് ചെയ്യാനുള്ള സെക്കൻഡ് പാർട്ടിൽ എല്ലാ ലേഖനങ്ങളും ഉണ്ട്. ഇപ്പൊ റോമ ലേഖനം 12 തുടങ്ങി എഴുതിയിരിക്കുന്നത് മുഴുവൻ ലൈഫിനെ കുറിച്ചാണ്. Therefore, ഈ ലോകത്തിന്റെ, അതായത് ആത്മീയ ആരാധനയായിട്ട് നിങ്ങളെ ശരീരങ്ങളെ ജീവനുള്ള ബലിയായിട്ട് ദൈവത്തിന് കൊടുക്കാന്ന് പറഞ്ഞ് 12-ാം അധ്യായം മുഴുവൻ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിനെ കുറിച്ചാണ്. അതായത് എളിവരോടുകൂടി സഹവസിക്കുക, കഷ്ടതയിലിരിക്കുന്നവരെ ആശ്വസിക്കുക, ഇങ്ങനെ എല്ലാ പ്രാക്ടിക്കൽ കാര്യങ്ങളും പറഞ്ഞ് 13, 14 ഒക്കെ അധ്യായത്തിൽ അത് പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെയും പറയുകയാണ്, അപ്പൊ നമ്മൾ ക്രിസ്തുവിനോടുകൂടി ഉയർപ്പിക്കപ്പെട്ടോ എന്ന് എങ്ങനെ അറിയുന്നത്? കാരണം ആത്മാവിന്റെ ഉയർപ്പ് ഈ ലോകത്തിലായിരിക്കുമ്പോഴാണ്. മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് ഉയർപ്പിക്കപ്പെടില്ല. ശരീരത്തിന്റെ ഉയർപ്പ് ഫ്യൂച്ചർ ഇവന്റ്. ആത്മാവിന്റെ ഉയർപ്പ് എപ്പോഴാണ്? ജീവിച്ചിരിക്കുമ്പോഴാണ്. നമുക്ക് 3 വേഴ്സ് ഉണ്ടെന്ന് ഇംഗ്ലീഷിൽ വായിക്കാം. അതെ, അപ്പൊ അതില് ആ 3-ന്റെ ഒന്ന് പാസ്റ്റ് ടെൻസ് ആണോ, പ്രസന്റ് ടെൻസ് ആണോ, ഫ്യൂച്ചർ ടെൻസ് ആണോ? പാസ്റ്റ് ടെൻസ് ആണ്. ഇഫ് ദെൻ യു വേർ, ആറല്ല, യു വിൽ അല്ല, യു വേർ റേസ്ഡ് വിത്ത് ക്രൈസ്റ്റ്, സീക്ക് ദോസ് തിങ്സ് വിച്ച് ആർ എബോവ് വേർ ക്രൈസ്റ്റ് ഈസ് സിറ്റിംഗ് അറ്റ് ദി റൈറ്റ് ഹാൻഡ് ഓഫ് ഗോഡ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ഭയത്തോടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ആത്മാവിന്റെ ഉയർപ്പ് ഒരു ഫ്യൂച്ചർ ഇവന്റ് അല്ല, പാസ്റ്റ് ഇവന്റ്. മരിക്കുന്നതിന് മുമ്പ് ആത്മാവ് ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും ഉയർപ്പിക്കപ്പെടില്ല. പിന്നീട് ഉയർപ്പിക്കപ്പെടുന്ന എന്തിനു വേണ്ടിയാ? അല്ല, 2ാം മരണം, സെക്കൻഡ് ഡെത്തിലാണ് പിന്നെയുള്ളത്. കാരണം റെവലേഷനിൽ നമ്മൾ വായിക്കുന്ന 2ാം മരണം എന്ന് പറഞ്ഞാൽ എറ്റേണൽ ഡെത്താണ്. പിന്നീട് അതിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. അപ്പോൾ സിൻസ് യു ഹാവ് ബീൻ റിസൺ വിത്ത് ക്രൈസ്റ്റ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആത്മാവിന്റെ ഉയർപ്പ് കഴിഞ്ഞു. അതുകൊണ്ട് കർത്താവ് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുകയും എന്റെ വചനങ്ങൾ പാലിക്കുകയും ചെയ്യുന്നവൻ എന്താ മരിച്ചാലും ജീവിക്കുന്നതാണ്. അതായത് ഇതൊക്കെ ക്രൂഷ്യൽ വേർഡുകളാണ് ബൈബിളിലെ. ജോൺ 5:24 ഒന്ന് വായിക്കും. അഞ്ചിന്റെ 24 വായിക്കാം. വായിക്കാം. എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവൻ നിത്യജീവനുണ്ട്. അവൻ ശിക്ഷാവിധിക്ക് വിധേയനാകുന്നില്ല. അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടക്കുന്നല്ല. അതായത് അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അത് മരിക്കുന്നതിന് മുമ്പ്, മരിക്കാൻ സമയത്ത് അന്ത്യകൂദാശ സ്വീകരിച്ചാൽ ഇത് നടക്കത്തില്ല. അപ്പൊ ഇത് പറഞ്ഞേക്കുന്നത് 5:24 മോസ്റ്റ് അഷ്വർഡ്ലി ഐ സേ ടു, ഏറ്റവും ഉറപ്പായിട്ട് കർത്താവ് പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്. മോസ്റ്റ് അഷ്വർഡ്ലി ഐ സേ ടു യു, ഹി ഹു ഹിയേഴ്സ് മൈ വേർഡ് ആൻഡ് ബിലീവ്സ് ഇൻ ഹിം ഹു സെൻഡ് മീ ഹാസ് എവർലാസ്റ്റിംഗ് ലൈഫ് ആൻഡ് ഷാൽ നോട്ട് കം into judgment but has passed from death into life.
കാരണം ഡെത്ത് ഇൻ ടു ലൈഫ് എന്ന് പറയുന്നത് എല്ലാവരും മരണത്തിലാണ്. പ്രകൃത്യ നമ്മളെല്ലാവരും മരിച്ചാണ് ജനിച്ചു വരുന്നത്. ആത്മാവ് സ്പിരിച്വലി ഈ ജഡത്തിന് ജീവൻ ഉണ്ടെങ്കിലും ആത്മാവിന് ജീവനില്ല. അപ്പം ഇതിന് ജീവൻ നൽകാൻ ഒരേ ഒരു വഴിയുള്ളൂ. കാരണം ഏദൻ തോട്ടത്തിൽ മരിച്ച ആ ആത്മാവ് എല്ലാവരുടെയും. അന്ന് സ്ത്രീയുടെ സന്തതി ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കും. അപ്പോൾ സ്ത്രീയുടെ സന്തതി അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു വന്നു. കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളുടെ പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, അത് ഭക്ഷിച്ചവരെല്ലാം മരിച്ചുപോയി. ഞാനാണ് ജീവൻ നൽകുന്ന അപ്പം, എന്നെ ഭക്ഷിക്കുന്നവർ മരിക്കില്ല. അപ്പൊ ഈ ജീവന്റെ മന്ന അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ, ആ കർത്താവിന്റെ വാക്ക് അല്ലെങ്കിൽ യേശുക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കി. യേശുക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കുന്നത് എന്താ? മനുഷ്യവർഗത്തിന് ദൈവം വാഗ്ദത്തം നൽകിയിരുന്ന മിശിഹ അല്ലെങ്കിൽ ക്രിസ്തു, രക്ഷകൻ. അപ്പൊ ഇതാണ് രക്ഷകൻ എന്ന് മനസ്സിലാക്കി കർത്താവ് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഞാൻ ആരാണെന്ന് ഞാൻ അവകാശപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ അത് മനസ്സിലാക്കിയില്ലെങ്കിൽ എല്ലാവർക്കും ഉള്ള കാര്യം, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അപ്പൊ നോക്ക്, ഈ കർത്താവിനെ മനസ്സിലാക്കി ഈ ജീവിതത്തിൽ തന്നെ കർത്താവിനെ അറിഞ്ഞിട്ട് മരിക്കാത്ത എല്ലാ മനുഷ്യരും അവർ മരിക്കുന്നത് അവരുടെ പാപത്തിലാണ്. നമ്മുടെ മാനുഷിക ബുദ്ധി വെച്ചത് നോക്കുമ്പോൾ നമുക്ക് സ്ട്രേഞ്ച് ആയിട്ട് തോന്നും. അതുകൊണ്ട് പലപ്പോഴും ആൾക്കാർ പറയാറില്ലേ, ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവർ പറയും, നല്ലപോലെയൊക്കെ ജീവിച്ചാൽ ദൈവത്തിന്റെ അടുത്ത് ചെല്ലും. എല്ലാവർക്കും പറയാനുള്ള ഒരേ ഒരു ആൻസറാണ്, നല്ലപോലെയൊക്കെ ജീവിച്ചാൽ ദൈവത്തിന്റെ അടുത്ത് ചെല്ലും. പക്ഷെ ഈ ഏദൻ തോട്ടത്തിൽ മരിച്ച ആ മരണത്തിലൂടെ മാത്രമേ അതിന് പരിഹാരമുള്ളൂ. ശരിക്കും ആ ഒരു തിയറി മനസ്സിലാക്കുകയാണെങ്കിൽ ഒരിക്കലും, അതുകൊണ്ട് കർമ്മത്തിന് ഇമ്പോർട്ടൻസ് ഇല്ലെന്നല്ല, അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ചിന്തിച്ചത്. ഈ ക്രിസ്തു ഉള്ളിൽ ഉരുവായി കഴിഞ്ഞാൽ നാച്ചുറലി ആ ഉള്ളിൽ ഉരുവായിരിക്കുന്ന ആ വ്യക്തിയുടെ സ്വഭാവം വരും. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ജോണിലൊക്കെ വായിക്കുന്നത്, നിങ്ങൾക്ക് പാപം ചെയ്യാൻ സാധ്യമല്ല. കാരണം എന്താ പറയുന്നത്? കാരണം എന്താ റീസൺ? അങ്ങനെയല്ല, പ്രകൃതി സീഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്, ദി സീഡ് ഓഫ് ഗോഡ്. ഇപ്പം നമ്മൾ ഗോതമ്പ് കുഴിച്ചിട്ടാല് ഗോതമ്പ് മണി അതിൽ നിന്ന് ഉണ്ടായി വരത്തുള്ളൂ. നെല്ല് കുഴിച്ചിട്ടാൽ നെല്ലിന്റെ ചെടി അതിൽ നിന്ന് മുളച്ചു വരത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് സീഡാണോ അതേ മുളച്ചു വരത്തുള്ളൂ. അപ്പം പാപം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ റീസൺ ഈ ദൈവത്തിന്റെ സീഡാണ് നമ്മുടെ ഉള്ളിലുള്ള. അപ്പൊ ഇതിൽ നിന്ന് മുളച്ചു വരുന്നത് ആ ക്യാരക്ടറായിരിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. സിൻസ് യു ഹാവ് ബീൻ റിസൺ വിത്ത് ക്രൈസ്റ്റ്. അപ്പൊ പൗലോസിന്റെ എല്ലാ ലേഖനങ്ങളിലും ഈ തിയറി പറഞ്ഞിട്ട്, ഇപ്പൊ നമ്മൾ കർത്താവിനോടുകൂടി ഉയർപ്പിക്കപ്പെട്ടോന്ന് അറിയുന്നത് എങ്ങനെയാണ്? വായിച്ചതാ, എങ്ങനെ അറിയുന്നത്? എങ്ങനെയാ? അല്ല, ഉയർപ്പിക്കപ്പെട്ടോന്ന് അറിയുന്നത് എങ്ങനെയാ റീസൺ? അല്ല ഈ ഒന്ന് വായിച്ച് കൊളോഷ്യൻസ് 3:1 നമ്മൾ വായിച്ചു തന്നെയാണ്. നമുക്ക് ഇതെല്ലാം നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യാനായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയേക്കുന്ന കൊളോഷ്യൻസ് 3:1 ഉന്നതത്തിൽ ഉന്നതത്തിലെ കാര്യങ്ങൾ അന്വേഷിക്കുക. ഉന്നതത്തിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് ക്രിസ്തു ഇരിക്കുന്നു. ഉന്നതത്തിലെ കാര്യങ്ങളാണ്, ഭൗമിക കാര്യങ്ങളല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതെ, ഇനി അത് നമ്മൾ റിവേഴ്സ് പറയുമ്പോൾ, അതായത് ഉന്നതത്തിലെ കാര്യങ്ങളിലല്ല നമ്മുടെ മനസ്സുറച്ചിരിക്കുന്നത്, ഭൗമിക കാര്യങ്ങളിലാണ് നമ്മൾ മനസ്സുറച്ചിരിക്കുന്നതെങ്കിൽ അതിന്റെ റീസൺ എന്താ? അല്ല, നമ്മളിപ്പോഴും ഭൂമിയിലാണ് ജീവിക്കുന്നതെന്ന് അതിൻ്റെ അർത്ഥം. കാരണം അവിടെ പറഞ്ഞിരിക്കുന്നത് സിൻസ് യു ഹാവ് ബീൻ റിസൺ വിത്ത് ദി ലോർഡ്. ഇവിടുന്ന് പൊങ്ങിപ്പോയി, ആകാശത്തിലേക്ക് പൊങ്ങിപ്പോയി, അല്ലെങ്കിൽ ക്രിസ്തുവിനോടൊത്ത് ഉന്നത സ്ഥാനങ്ങളിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് ക്രിസ്തു ഇരിക്കുന്നിടമായ ഉന്നതത്തിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? അതായത് നമ്മുടെ ചിന്തയിൽ നിന്ന് അറിയാൻ പറ്റും. നമുക്ക് നമ്മളെല്ലാം ഫ്ലൈ ചെയ്തിട്ടുള്ളവരാ, കാരണം ഫ്ലൈ ചെയ്യാത്ത ആരും ഇല്ല എവിടെ ഇരിക്കുന്നു. നമ്മൾ ആദ്യമൊക്കെ ഫ്ലൈ ചെയ്യുമ്പോൾ എവിടെ ഇരിക്കും? വിൻഡോ സീറ്റിലിരിക്കാനൊരു ആഗ്രഹമുണ്ട്. അപ്പൊ വിൻഡോ സീറ്റിലിരിക്കുമ്പോൾ ഓടി ഇങ്ങനെ അങ്ങനെയല്ലേ, ഇങ്ങനെ പൊങ്ങുമ്പോൾ നമ്മൾ ആ എയർപോർട്ടിന്റെ ബിൽഡിംഗ് ഒക്കെ കാണും. കുറച്ച് കഴിയുമ്പോൾ ഞാൻ കണ്ടു നോക്കുന്നുണ്ട്, ആദ്യം പൊങ്ങിപ്പോൾ അടിയിലേക്ക് ഒരു ട്രെയിൻ പോവാ. ഇങ്ങനെ പൊങ്ങി പോയി കുറെ കഴിഞ്ഞപ്പോൾ ആ വലിയ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ഒരു ചെറിയ തീപ്പെട്ടിയേക്കാൾ ചെറുതായി. പിന്നെ കുറേയോടെ കഴിഞ്ഞപ്പോൾ ഒന്നുമില്ലാതായി. സോ നമ്മൾ ആ തറയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാം ഇങ്ങനെ സെയിം സൈസായിട്ട് കാണും. ട്രെയിനായിട്ട് കാണും, പാർക്ക് ചെയ്തിരിക്കുന്ന കാറായിട്ട് കാണും. പിന്നെ പൊങ്ങി അതവിടെ പൗലോസ് അത് തന്നെ പറഞ്ഞിരിക്കുന്നത്, സിൻസ് യു ഹാവ് ബീൻ റിസൺ വിത്ത് ക്രൈസ്റ്റ്. അപ്പൊ ഇങ്ങനെ ഉയരും തോറും ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ എന്താവും? ഈ 35 ഫീറ്റിൽ ഫ്ലൈ ചെയ്യുമ്പോഴോ, 35,000 ഫീറ്റിൽ ഫ്ലൈ ചെയ്യുമ്പോഴോ അടിയിലോട്ട് നോക്കിയാൽ. അപ്പൊ അതവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത്,
since you have been risen with Christ, set your mind on things above. അപ്പം നമ്മുടെ മനസ്സ് ഈ കർത്താവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ എന്ന് അറിയാനുള്ള നല്ലൊരു ടെസ്റ്റ് അത്. നമ്മൾ അടിയിലേക്ക് നോക്കുമ്പോൾ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ റീസൺ എന്താ? കുറച്ച് പൊങ്ങിയിട്ടുണ്ട്. നമ്മൾ ആദ്യം എന്താ പറയുന്നത്, വലിയ ബിൽഡിംഗ് അങ്ങനെ തന്നെ കണ്ടുകൊണ്ടിരുന്ന ബിൽഡിംഗ് ഇപ്പോൾ ഒരു ചിലർക്ക് 90% ആയിട്ടുണ്ടാവും, ചിലർക്ക് 60% ആയിട്ടുണ്ടാവും, ചിലർക്ക് 10% ആയിട്ടുണ്ടാവും. എങ്ങനെയാണെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്? മനസ്സ് മോളിൽ തന്നെ ജീവിക്കുന്നുണ്ട്. പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുന്നെങ്കിലും ലോകക്കാരായിട്ടല്ല ജീവിക്കുന്നത്. ഞങ്ങളുടെ പടക്കോപ്പുകൾ ഇവിടുത്തെ പടക്കോപ്പുകളല്ല, കോട്ടകളെ തകർക്കാനുള്ള ദൈവിക ശക്തി അതിനുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതം നമുക്ക് തന്നെ നോക്ക്. നമ്മൾ ആദ്യം വായിച്ച പോലെ വി ഷുഡ് നോട്ട് ബി സെൽഫ് ഡിസെപ്റ്റീവ് ആകരുത്, ആത്മവഞ്ചന നടത്തരുത്. ആത്മവഞ്ചന നടത്തരുത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മൾ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കാം, യാത്രയിലാണ്. നമ്മൾ ഈ ലോകത്തിൽ യാത്രക്കാരായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അറ്റ്ലീസ്റ്റ് ഇപ്പൊ നമ്മൾ എയ്റോപ്ലെയിൻ്റെ കാര്യം വിടും. ആദ്യം നമ്മൾ ബസ് ജേർണി ട്രെയിൻ ജേർണി എടുക്കുമ്പോൾ നമ്മൾ ലോകത്തിലുള്ള പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ വണ്ടികളുണ്ട്, കാറുണ്ട്, ബിൽഡിംഗ് ഉണ്ട്. ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാ? ബിൽഡിങ്ങിലേക്ക് നോക്കുമ്പോൾ എങ്ങനെയാ? അത് ഭയങ്കര സ്പീഡിൽ അത് ഓടിപ്പോവാ. നമ്മൾ ഓടുന്നു നമ്മളറിയില്ല, അതിലേക്ക് നോക്കിയാൽ അത് ഓടിപ്പോകുന്നത്. അപ്പൊ അറ്റ്ലീസ്റ്റ് ഈ ലോകത്തിലെ സാധനങ്ങൾ വിട്ട് നമ്മൾ ഓടുന്ന ഒരു ഫീലിംഗ്, അത് കഴിഞ്ഞിട്ടേ നമുക്ക് ഉയരാൻ പറ്റത്തുള്ളൂ. അതുപോലെ നമ്മളില്ലെങ്കിൽ നമ്മൾ സെൽഫ് ഡിസെപ്റ്റീവാണ്. അതായത് കൊളോസ്യർ 3:1 പറഞ്ഞേക്കുന്ന പോലെ നമ്മുടെ ആത്മാവ് ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ വലിയ ഗുരുത്വാകർഷണത്തിൽ ഭൂമിയിലോട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുക. ഈ മോശയുടെ കാര്യം നമ്മൾ വായിക്കുമ്പോൾ ഹീബ്രൂസ് 11 25 തുടങ്ങി വായിക്കുമ്പോ 11:25 തുടങ്ങി വായിക്കുമ്പോ, പാപത്തിന്റെ ക്ഷണിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനം സഹിക്കുന്ന മർദ്ദനത്തിൽ പങ്കാളിയാകാൻ അയാൾ ആഗ്രഹിച്ചു. ക്രിസ്തുവിനെ ചൊല്ലി സഹിക്കുന്ന നിന്ന ഈജിപ്തിലെ നിധികളെക്കാൾ വിലപിടിപ്പുള്ളതാണ് എന്ന് അയാൾ കരുതി. കാരണം പ്രതിഫലത്തിൽ അയാൾ കണ്ണു നട്ടിരുന്നു. രാജകോപം ഭയപ്പെട്ടിട്ടല്ല, വിശ്വാസത്താലാണ് അയാൾ ഈജിപ്ത് വിട്ടത്. കാരണം അദൃശ്യനായവനെ കണ്ടിട്ടെന്ന പോലെ അയാൾ ഉറച്ചു നിന്നു. മതി. അപ്പൊ ഇവിടെ മോശ നമുക്കറിയാം ഓൾഡ് ടെസ്റ്റമെന്റ് മനുഷ്യനാണ്. പലപ്പോഴും നമുക്ക് വായിക്കുമ്പോൾ ഒരു സംശയം തോന്നുന്ന ഒരു വാക്കത്. കാരണം ക്രിസ്തുവിനെ ചൊല്ലി സഹിക്കുന്ന നിന്ന ഈജിപ്തിലെ നിധികളെക്കാൾ വിലപിടിപ്പുള്ളതാണ് എന്ന് അയാൾ കരുതി. കാരണം അയാൾ പ്രതിഫലത്തിൽ അയാൾ കണ്ണു നട്ടിരുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം ഈ മോശയുടെ കാര്യം നമുക്ക് എല്ലാവർക്കും ഒരു എക്സാമ്പിളാണ്. അതായത് ക്രിസ്തുവിനെ ചൊല്ലി സഹിക്കുന്ന നിന്നാന്ന് പറഞ്ഞേക്കുന്ന ഇതാണ്. ഈ കർത്താവ് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഞാൻ ലോകത്തിൻ്റെതല്ലാതായിരിക്കുന്നത് പോലെ തന്നെ അവരും ലോകത്തിൻ്റെതല്ല. നമ്മളിതെല്ലാം നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ. അറ്റ് ദി സെയിം ടൈം നമ്മുടെ മനസ്സ് ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയിരുന്നു. ഇല്ലെങ്കിൽ ഇതിന്റെ അപകടം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ 21 നൂറ്റാണ്ട് കടന്നു പോകുന്നു. 2000 years എന്ന് പറയുന്നത് വലിയൊരു ലോങ് നമ്പർ ഓഫ് ഇയേഴ്സാണ്. നമ്മുടെ തന്നെ ജീവിതം എടുത്ത് നോക്കും. നമ്മൾ 1ാം ക്ലാസ്സിൽ പോയത്, ഇപ്പൊ 1ാം ക്ലാസ്സിൽ 1 വർഷം പഠിച്ചു. അതിൽ നിന്ന് ഓർമ്മിക്കുന്ന കാര്യങ്ങൾ എഴുതാൻ പറഞ്ഞാൽ നമുക്കൊരു ഹാഫ് പേജ് പോലും എഴുതാൻ കാണത്തില്ല. കാണോ? ഇല്ല. എന്നോ ആദ്യം പോയ ഒരു ദിവസം ഓർമ്മ കാണും, അല്ലെങ്കിൽ 1-2 ദിവസം കാണും. 2000 years കടന്നു പോന്നപ്പോഴത്തേക്കും ഈ അപ്പസ്തോലന്മാരെ അനുവർത്തിച്ച അല്ലെങ്കിൽ ഏർലി ക്രിസ്ത്യൻസ് ജീവിച്ച ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് നമുക്ക് ഒന്നും ട്രഡീഷണൽ ആയിട്ടോ വാമൊഴിയായിട്ടോ ഒന്നും കിട്ടിയിട്ടില്ല. ഓൺലി തിങ് ഈ എഴുതി കിട്ടിയിരിക്കുന്ന അല്ലാതെ നമുക്ക് ഒന്നുമില്ല റിയൽ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച്. അപ്പൊ ഇവിടെ ഹെബ്രായ വിശ്വാസികളോടൊക്കെ പൗലോസ് പറയുകയാണ്, അതായത് ക്രിസ്തുവിനെ ചൊല്ലി സഹിക്കുന്ന നിന്ന ഈജിപ്തിലെ നിധികളെക്കാൾ വിലപിടിപ്പുള്ളതാണ് എന്ന് മോശ കരുതി. അന്ന് ക്രിസ്തു വെളിപ്പെട്ടിട്ടില്ല. ക്രിസ്തുവിനെ കുറിച്ചുള്ള വളരെ ചെറിയൊരു പാർഷ്യൽ റെവലേഷനെ അവർക്കുള്ളൂ. മോശ പറയുന്നുണ്ട്, എനിക്ക് ശേഷം എന്നെപ്പോലെ ഒരു പ്രവാചകനെ ദൈവം ഉയർത്തും, അവന്റെ ശബ്ദം കേൾക്കാത്തവരെല്ലാം ജനത്തിൽ നിന്നും വിച്ഛേദിച്ച് കളയും, ഉന്മൂലനം ചെയ്യുമെന്ന് പറഞ്ഞു. അതോടെ പത്രോസ് പ്രസംഗിക്കുന്നുണ്ട്. അപ്പം ഈ പൗലോസ് മോശയ്ക്കൊക്കെ ക്രിസ്തുവിനെ കുറിച്ചൊരു ചെറിയൊരു ഗ്ലിംപ്സ് റെവലേഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈവൻ ആ
മോശ തന്നെ ഒരു തീരുമാനം എടുത്തു, ക്രിസ്തുവിനെ ചൊല്ലി ഏൽക്കുന്ന നിന്ദകൾ അത് വർത്തിയാണ്, അല്ലെങ്കിൽ ലോകത്തിലെ ഒന്നിനെയും അതിനോട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ എല്ലാം റീസൺ എന്തായിരുന്നു? അദൃശ്യനായവനെ കണ്ടിട്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നമ്മളൊരു ക്രൈസിസ് വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ കർത്താവ് ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്നെ കൈവെടിയില്ല, ഉപേക്ഷിക്കില്ല, അല്ലെങ്കിൽ മുന്നമേ അവിടുത്തെ രാജ്യം അവിടുത്തെ നീതി അന്വേഷിക്കുന്നവർക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാം. അതായത് ആകാശത്തിലെ പക്ഷികളെ നോക്കൂ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. അല്ലെ വയലിലെ ലില്ലിച്ചെടികളെ നോക്കൂ, അത് നൂൽ നൂൽക്കുന്നില്ല. പക്ഷെ സോളമൻ അതിൻ്റെ എല്ലാ മഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ആകയാൽ അല്പവിശ്വാസികളായിട്ടുള്ള നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളുടെ ആവശ്യങ്ങളെ കുറിച്ച് എല്ലാം പിതാവ് ഈസ് വെരി മച്ച് കൺസേൺ. ഈ ദുഷ്ടരായിട്ടുള്ള നിങ്ങൾ പോലും നിങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങളെ കുറിച്ച് കൺസേൺഡ് ആണെങ്കിൽ അതിനേക്കാൾ മില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് ടൈംസ് നമ്മളെ സ്നേഹിക്കുന്ന പിതാവ് ഇതിനെക്കുറിച്ച്, നമ്മുടെ ആവശ്യങ്ങളെ കുറിച്ച് എത്ര കൺസേൺഡ് ആയിരിക്കും. ആകയാൽ ഭയപ്പെടേണ്ട 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 എന്ന് എത്രയൊക്കെ പറഞ്ഞിട്ടും നമുക്ക് ഈ കർത്താവിനെ, ഈ അദൃശ്യനായവനെ, നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് ദൃശ്യനല്ല തീർച്ചയായിട്ടും, ഈ അദൃശ്യനായിട്ടുള്ളവനെ കണ്ടിട്ട് എന്ന പോലെ മോശയ്ക്ക് ഉറച്ചു നിൽക്കാൻ പറ്റി, നമുക്ക് ഉറച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കേണ്ട കാര്യമാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സ് ഇവിടുന്ന് പറയുള്ളൂ. അല്ലേ നോക്ക്, ഇത് പറയുമ്പോൾ ഒരിക്കലും അതിന്റെ നെഗറ്റീവ് മെസ്സേജ് എടുക്കരുത്. പലപ്പോഴും ഇത് പറയുമ്പോൾ പലരും അങ്ങനെ എടുക്കാറുണ്ട്, ഹെൽപ്ലെസ് ആ കാര്യത്തിൽ. ഇതിന്റെ അർത്ഥം നമ്മൾ ഈ ലോകത്ത് ജീവിക്കേണ്ടെന്നോ, നമുക്ക് വീട് വേണ്ടെന്നോ, നമുക്ക് ജോലി വേണ്ടെന്നോ, നമ്മുടെ മക്കളെ പഠിപ്പിക്കും ഒന്നും അല്ല അതിന്റെ അർത്ഥം. കാരണം നമുക്ക് പൗലോസ് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, നമ്മൾ വായിക്കാറില്ല, 1 Corinthians 4 പൗലോസ് പറയുന്നുണ്ട്, നമുക്ക് അപ്പസ്തലന്മാരായ ഞങ്ങൾ ഏറ്റവും പുറകിലാണ് ദൈവം നിർത്തിയിരിക്കുന്നത്. ഇന്ന് വരെ ലോകത്തിന്റെ ചാവറായിട്ടും ഒന്നുമില്ലാത്തവരായിട്ടും ഞങ്ങൾ നിർത്തിയിരിക്കുന്നു. ആയാൽ നിങ്ങൾ ഞങ്ങളെ അനുകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിന്റെ അർത്ഥം കൊറിന്തോസുകാർക്ക് വീടില്ലായിരുന്നാണ്. നമ്മൾ പിന്നീട് കർത്തൃമേശയായിട്ടുള്ള ബന്ധത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങൾക്ക് തിന്നാനും കുടിക്കാനും വീടുകളില്ലേ. അപ്പോൾ നമ്മൾ ഇത് പറയുമ്പോൾ ഇതിന്റെ അർത്ഥം, അതായത് മനസ്സിനെ ഭൂമിയിൽ നിന്ന് പറിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും റോങ് മെസ്സേജ് എടുക്കരുത്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നുണ്ട്, പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും മനസ്സിനെ കർത്താവിന് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ നിത്യത നമുക്ക് നഷ്ടപ്പെടും. അബ്സല്യൂട്ട്ലി നോ ഡൗട്ട്. കാരണം കർത്താവ് പറയുന്നത് ഒരു മനുഷ്യന് അല്ലെ ഒരു അടിമയ്ക്ക് 2 യജമാന്മാരെ സേവിക്കാൻ സാധ്യമല്ല. അത് ഇന്ന് നമുക്ക് അത്ര മനസ്സിലാകത്തില്ല. കാരണം ഇന്ന് അടിമ വ്യവസ്ഥിതി തന്നെ ലോകത്തിലില്ല. എന്ന് ചിന്തിച്ച് നോക്കുക, അടിമ എന്ന് പറയുന്നത് ഒരാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഈ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ അടുത്ത ദിവസം ഇങ്ങനെ ഈ ന്യൂ ടെസ്റ്റ്മെന്റിലെ ആ ഈസോഡൊക്കെ എടുത്ത് നോക്കിയാൽ മതി. ഈസോഡിലെ അതായത് സെർവൻ്റ് എന്ന് ന്യൂ ടെസ്റ്റ്മെന്റിൽ ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നതിൽ മജോറിറ്റി, മോർ ദാൻ 90% അടിമ എന്നുള്ള വാക്കിന് സെർവൻ്റ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നു. കാരണം ഈ നമ്മൾ ഈ കാണുന്ന ദാസൻ എന്ന് ഉള്ളത് എല്ലാം ഹീബ്രു അല്ല, ഗ്രീക്കിലെ ഡൂലോസ് എന്നുള്ള വേർഡ് ചെക്ക് ചെയ്ത് നോക്കണ്ട. കാരണം നമ്മൾ ഈ ദാസൻ അല്ലെങ്കിൽ സെർവൻ്റ്, കർത്താവ് പറഞ്ഞില്ലേ ഒരു അടിമയ്ക്ക് 2 യജമാന്മാരുടെ ദാസനായിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളെല്ലാം ആക്ച്വലി യേശുക്രിസ്തുവിന്റെ അടിമകളാണ്. നമ്മൾ യേശുക്രിസ്തുവിന്റെ അടിമകളാണെന്ന് എഴുതിയിരിക്കുന്നത് എവിടെയെന്ന് പറയാം. നമുക്ക് ഈ അടിമ എന്ന് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു അലർജി ഉള്ള വേർഡാണ് അല്ലേ? അടിമ എന്ന് കേൾക്കുമ്പോൾ എന്തോ നമ്മളെ ഇൻഫീരിയർ ആക്കി വെച്ചേക്കുവാണെന്നൊക്കെ നമുക്ക്. അടിമ എന്ന് പറയുന്നത് ഒരു രീതിയിലും ഒരു മോശപ്പെട്ട ഒരു എന്താ പറയുന്ന ഒരു പൊസിഷൻ അല്ല. പ്രൊവൈഡഡ് ആരുടെ അടിമയാണെന്നുള്ളതിനനുസരിച്ച് അടിമയുടെ പേഴ്സണാലിറ്റി അല്ലേ? കാരണം അടിമയ്ക്ക് പേഴ്സണാലിറ്റി ഇല്ല. അപ്പൊ നമ്മൾ യേശുക്രിസ്തുവിന്റെ അടിമ എന്ന് എവിടെ എഴുതിയിരിക്കുന്നു? പത്രത്തിന്റെ എഴുതിണ്ടോ? അല്ല, അത് പത്രോസിനെ കുറിച്ച് അതിന്റെ അടിമ എന്ന് എഴുതിയിട്ടുണ്ട്. അതെല്ലാം അതൊന്ന് ശരിക്കും നമ്മളൊന്ന് അറിയേണ്ട ഒരു കാര്യം. കാരണം അത്രയേറെ ഡിസെപ്റ്റീവ് ആണ് എല്ലാ ട്രാൻസ്ലേഷൻസ്. കാരണം അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മളൊരു ഡിഫറെന്റ് ക്രിസ്ത്യാനിറ്റി ആയിരിക്കും ലീഡ് ചെയ്യുന്നത്. അതെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണമെന്നാണ് ദാറ്റ് ഇസ് മൈ റിക്വസ്റ്റ്. കാരണം പത്രോസ് പറയുന്നു യേശു ക്രിസ്തുവിന്റെ ദാസനായ എന്നുള്ളത് കുറച്ച് ഈ NKJV-യിലൊക്കെ ബോണ്ട് സെർവൻ്റ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ബോണ്ട് സെർവൻ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി സ്ലേവാ. പൗലോസ് പറയുന്നുണ്ട് എ ബോണ്ട് സ്ലേവ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അറിയേണ്ടത് നമ്മൾ ആരാ? ആക്ച്വലി നമ്മൾ യേശു ക്രിസ്തുവിന്റെ ദാസരല്ല, ഡൂലോസ് ആണ്. അല്ലെ അത് ചെക്ക് ചെയ്യാം. കാരണം ഞാൻ പറഞ്ഞത് കണ്ണുടച്ച് വിശ്വസിക്കില്ല. എനിബഡി ക്യാൻ ചെക്ക്.
ഈ 1 Corinthians 7 എടുക്കുമ്പോൾ. കാരണം അത് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിന് മാറ്റം വരും. 1 Corinthians ഇത് നോക്ക്, യേശു ക്രിസ്തുവിന്റെ അടിമകളാണെന്നുള്ളത് എവിടെ എഴുതിയേക്കുന്നത് നമുക്കറിയില്ല എന്ന് പറയുന്നത് ശരിയല്ല കേട്ടോ. അതിന്റെ 21 തുടങ്ങി വായിക്കുമ്പോൾ 1 Corinthians 7:21 തുടങ്ങി ഒന്ന് വായിക്കുമ്പോൾ, വിളിക്കപ്പെട്ടപ്പോൾ നീ ഒരു അടിമയായിരുന്നുവോ? സാരമില്ല, നിനക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമെന്നുണ്ടെങ്കിൽ ആ അവസരം ഉപയോഗിച്ചു കൊള്ളുക. കാരണം അടിമയായിരിക്കെ കർത്താവിൽ വിളിക്കപ്പെട്ടവൻ കർത്താവിന്റെ സ്വതന്ത്രനാകുന്നു. അതുപോലെ തന്നെ സ്വതന്ത്രനായിരിക്കെ വിളിക്കപ്പെട്ടവൻ ക്രിസ്തുവിന്റെ അടിമയാകുന്നു. നിങ്ങളെ വില കൊടുത്ത് വാങ്ങിയതാണ്, നിങ്ങൾ മനുഷ്യരുടെ അടിമകളായിരിക്കരുത്. അതുകൊണ്ട് സഹോദരരെ, നിങ്ങൾ ഏത് ജീവിതാവസ്ഥയിലാണോ വിളിക്കപ്പെട്ടത് അതിൽ ദൈവത്തോടു കൂടെ നിങ്ങൾ ഇരിക്കുക. അത് അടിമകളെ അഡ്രസ് ചെയ്ത് പറയുന്ന. അപ്പൊ ഇതിനകത്ത് നമ്മൾ അറിയേണ്ട അടിമയുടെ ക്യാരക്ടർ എന്താ? അടിമ എന്ന് പറയുന്നത് നമുക്കറിയാം, പണ്ട് സ്ലേവ് മാർക്കറ്റ്സ് ഉണ്ടായിരുന്നു. നമ്മൾ സ്ലേവ് മാർക്കറ്റ്സ് കണ്ടിട്ടില്ല. ഇപ്പോഴത്തെ പിള്ളേര് കാളവയിലും കണ്ടിട്ടില്ല. ഉണ്ടോ? കാളച്ചന്ത കണ്ടിട്ടുള്ളവരും കുറവാണ്. ഇപ്പോഴത്തെ പിള്ളേർ കണ്ടിട്ടില്ല. നിങ്ങളൊന്നും കണ്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, വെറീസ് കണ്ടിട്ടില്ല. അപ്പോൾ ഈ അടിമ മാർക്കറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചപ്പോൾ വീട്ടിൽ ഒരടിമ വേണമെങ്കിൽ നേരെ അടിമ മാർക്കറ്റിലേക്ക് പോകും. അടിമ മാർക്കറ്റിൽ പോയിട്ട് അപ്പോൾ അതിൽ നിന്ന് നോക്കും, നമ്മുടെ പണിക്കും കാര്യത്തിനൊക്കെ ആരോഗ്യവും ശേഷിയുള്ള ഒരു അടിമ സ്ലേവ് ട്രേഡേഴ്സ് ഉണ്ട്. നമ്മൾ വായിക്കുന്നില്ല, ജോസഫിനെ സ്ലേവ് ട്രേഡേഴ്സിന് വിറ്റു എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ അടിമ മാർക്കറ്റിൽ പോയിട്ട് നമ്മുടെ നീഡ് അനുസരിച്ച് പണിയാൻ വേണ്ടിയിട്ടാണ് ഇവർ എടുക്കുന്നത്. അപ്പോൾ അതിന് വില കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട്, ഒരു കാളയെ അല്ലെങ്കിൽ ഒരു പശുവിനെ വാങ്ങിക്കുന്ന പോലെ വാങ്ങിച്ചുകൊണ്ട് പോവുക. അപ്പം ഒന്ന് ആലോചിച്ച്, വില കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ അടിമയ്ക്ക് അബ്സല്യൂട്ട്ലി ഒരു റൈറ്റും ഇല്ല, ഒന്നുമില്ല. ആ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആളെ തീരുമാനിക്കുന്നത്. നോക്ക്, ആ ഓൾഡ് റോമൻ ഹിസ്റ്ററിയും ഗ്രീക്ക് ഹിസ്റ്ററിയും ഒക്കെ എടുത്താൽ അടിമകളെ കുറിച്ചുള്ളത് നമുക്ക് സെക്കുലർ വേൾഡിൽ നിന്ന് എടുക്കാൻ പറ്റും. അത് നമ്മൾ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മളും കർത്താവുമായിട്ടുള്ള ബന്ധം അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ സോക്രട്ടീസിനൊക്കെ മുമ്പുണ്ടായിരുന്ന പ്ലേറ്റോ എന്ന് തോന്നുന്നു, ഈ ഏറ്റവും നല്ല ഭരണക്രമത്തെ കുറിച്ച് എഴുതിയതിൽ ഇങ്ങനെ പറയുന്നത്, ഏറ്റവും നല്ല ഭരണം എന്ന് പറയുന്നത് ആരുടെയാ? 4 ഭരണത്തെ നീതിമാനായിട്ടുള്ള ഏകാധിപതിയുടെ ഭരണമാണ് ഏറ്റവും ബെസ്റ്റ്. ദെൻ അതില്ലെങ്കിൽ നീതിമാന്മാരായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ ഭരണമാണ് സെക്കൻഡ് ബെസ്റ്റ്. ദെൻ പിന്നെ 3rd പ്ലേസിലുള്ളതാണ് ഡെമോക്രസി. പിന്നീട് അതായത് നല്ലതല്ലാത്ത കുറെ ആൾക്കാരുടെ ഒരു ടീമിന്റെ റൂളിംഗ് ആണ് പിന്നത്തത്. ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ളത്, ഏറ്റവും തിന്മ നിറഞ്ഞ ഒരു ഏകാധിപതിയുടെ ഭരണം. അതാണ് അന്തിക്രിസ്തുവിന്റെ ഭരണം ലോകത്തിൽ വരാൻ പോകുന്നത്, ഏറ്റവും തിന്മ നിറഞ്ഞ ഒരു ഏകാധിപതിയുടെ. അപ്പോൾ ഇതിനകത്ത് ഈ അടിമയെ വാങ്ങിച്ചുകൊണ്ട് പോയി. ഇവരോട് പറഞ്ഞേക്കുന്നു പൗലോസ് ഇവിടെ 7-ാം അധ്യായത്തിൽ 22-ാം സെന്റൻസിൽ പറയുന്നത് എന്താ? നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ അടിമയാണ്. റീസൺ എന്താ? അടിമയുടെ ബേസിക് ക്വാളിറ്റി എന്ന് പറയുന്നത് അടിമേനെ സ്ലേവ് മാർക്കറ്റിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിക്കുന്നതാണ്. നമ്മളെങ്ങനെ വാങ്ങിച്ചേക്കുന്നത്? നമ്മൾ വില കൊടുത്ത് വാങ്ങിച്ചേക്കുന്നതാണ്. ഈ അപ്പസ്തല പ്രവൃത്തി 20-ന്റെ-29 വായിക്കുമ്പോൾ അപ്പസ്തല പ്രവൃത്തി 20-ന്റെ 29 അത് വായിച്ചപ്പോ, എന്റെ വേർപാടിന് ശേഷം കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിലേക്ക് വരുമെന്നും അവ ആട്ടിൻപറ്റത്തെ വെറുതെ വിടുകയില്ലെന്നും എനിക്കറിയാം. ശിഷ്യന്മാരെ പ്രേരിപ്പിച്ച് തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകാൻ ദുരുപദേശങ്ങൾ നൽകുന്ന മനുഷ്യർ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ പൊന്തി വരും. ആകയാൽ ജാഗരൂകരായിരിക്കുക. അതിന്റെ 28-ാം, അതെ 28-ാം സെന്റൻസ്, 28. നിങ്ങളെ തന്നെയും ആട്ടിൻപറ്റ മുഴുവനെയും ശ്രദ്ധിച്ചുകൊള്ളുക. കർത്താവ് സ്വന്തം രക്തം കൊണ്ട് നേടിയ ദൈവത്തിന്റെ സഭയെ കാത്തു സൂക്ഷിക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ മേലന്വേഷകരായി നിയമിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ അവിടെ വായിച്ചു, 1 Corinthians 7-ാം അധ്യായത്തിൽ വായിച്ചു, നിങ്ങളെ വില കൊടുത്ത് വാങ്ങിയതാണ്. ഇവിടെ വായിച്ചു കർത്താവ് എന്ത് വില കൊടുത്തേക്കുന്നത്? അതായത് കർത്താവ് സ്വന്തം രക്തം കൊണ്ട് നേടിയത്. വീണ്ടും 1 Corinthians 6-ാം അധ്യായത്തില് അതിന്റെ 20-ാം സെന്റൻസില്, നിങ്ങൾ നിങ്ങളുടെ വകയല്ല, നിങ്ങളെ വില കൊടുത്ത് വാങ്ങിയതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ
ദൈവത്തെ മഹത്വപ്പെടുത്തുക. അതായത് ഈ നമ്മൾ അടിമയാണെന്ന് പറഞ്ഞേക്കുന്ന കാര്യം എഗെയിൻ ആൻഡ് എഗെയിൻ ബൈബിൾ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുക. അതായത് നിങ്ങൾ നിങ്ങളുടെ വകയല്ല എന്ന് പറയാൻ കാരണം, ഇപ്പൊ ഒരു അടിമയെ സ്ലേവ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ അടിമയ്ക്ക് യജമാന്റെ അടുത്ത് നിന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല. ഇന്ന സ്ഥലത്ത് പോയി കിടക്കാൻ പറഞ്ഞാൽ അവിടെ പോയി കിടന്നോണം. ഈ കൊടുക്കുന്ന ഭക്ഷണം ഇപ്പൊ കൊടുക്കുമ്പോൾ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഈ കറി എനിക്ക് പോരാ, വേറെ കറി വേണമെന്ന് പറയാൻ പറ്റത്തില്ല. ഇനി അബ്സല്യൂട്ട്ലി നോ റൈറ്റ്. അതായത് മറ്റൊരാളുടെ, നമുക്ക് അടിമയ്ക്കൊരു തലയുണ്ട്, പക്ഷെ ആ തലയല്ല അടിമയെ നിയന്ത്രിക്കുന്നത്, വേറൊരാളുടെ തലയാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് അടിമ. അതാണ് നമ്മളൊരു ജനറൽ ആയിട്ടുള്ള ഡെഫിനേഷൻ എടുത്താൽ, അടിമയെ നിയന്ത്രിക്കുന്ന അടിമയുടെ തലയല്ല, യജമാന്റെ തലയെ അടിമയെ നിയന്ത്രിക്കുന്നത്. അപ്പൊ ഇവിടെ കണ്ടു, നിങ്ങൾ നിങ്ങളുടെ വകയല്ല, വില കൊടുത്ത് വാങ്ങിയതാണ്. നമുക്കറിയാവുന്ന അനദർ വേർഡുണ്ട്, 1 Peter 1:18-19 എങ്ങനെയാണ്, നിങ്ങൾ നിങ്ങളെ വില കൊടുത്ത് വാങ്ങിയതാണ്, സ്വർണം വെള്ളി തുടങ്ങിയ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല വാങ്ങിച്ചിരിക്കുന്നത്, കുഞ്ഞാടിന്റെ രക്തം കൊണ്ടാണ്. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ പർച്ചേസ്ഡ് ബൈ ഗോഡ്, ദൈവം വാങ്ങിച്ചതാണ് നമ്മൾ. അപ്പൊ നമ്മളത് വോളണ്ടറി ആയിട്ട് ആ കണ്ടീഷന് നമ്മൾ എഗ്രി ചെയ്ത് നമ്മൾ സറണ്ടർ ചെയ്ത് കൊടുത്തേക്കുന്ന. ഇനി പണ്ടത്തെ കാലത്തെ അടിമ വ്യവസ്ഥ എടുത്താൽ, അതായത് അടിമയ്ക്ക് ഈവൻ ബൈബിളില് എക്സോഡസ് ഒക്കെ എടുത്താൽ, എക്സോഡസ് 21 എടുത്താൽ അടിമയുടെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അടിമയ്ക്ക് അടിക്കുമ്പോൾ കണ്ണു പൊട്ടിപ്പോയാൽ അങ്ങനെ, പല്ല് കൊഴിഞ്ഞു പോയാൽ ഇങ്ങനെ, അല്ലെ ഒരു അടിയേറ്റ് മരിച്ചു പോയാൽ അങ്ങനെ. ദെൻ പണ്ടത്തെ കാലത്ത് അടിമയ്ക്ക് ഒരിക്കലും വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല. അടിമയ്ക്ക് ഒരു കോടതിയിൽ ഒരു ടെസ്റ്റിമണി പറയാനുള്ള റൈറ്റ് ഇല്ല, ഒരു സാക്ഷ്യം പറയാനുള്ള റൈറ്റ് ഇല്ല. അടിമയ്ക്ക് ആഫ്റ്റർ ഓൾ വേറെ ഒരു കാര്യം കൂടി ഇല്ല. എന്താണെന്നറിയാം, റോമ സാമ്രാജ്യത്തിലെ അടിമയ്ക്ക് റോമൻ സിറ്റിസൺഷിപ്പ് ഇല്ല. ഗ്രീക്ക് രാജ്യത്തെ അടിമയ്ക്ക് ഗ്രീക്ക് സിറ്റിസൺഷിപ്പ് ഇല്ല. വോട്ട് ചെയ്യാൻ റൈറ്റ് ഇല്ല. കാരണം അത് മേശ, കസേര അല്ലെങ്കിൽ കന്നുകാലി പോലെയുള്ള ഒരു സാധനം അടിമ. പക്ഷെ നമുക്കിത് കേൾക്കുമ്പോൾ തോന്നും നമ്മളൊരു ദുരവസ്ഥയിലേക്കാണ്. ബട്ട് അതായത് യജമാനൻ നല്ലവനെങ്കിൽ, ഇപ്പൊ അടിമയുണ്ട്, സെർവൻ്റ് ഉണ്ട്, രണ്ട് വേർഡ് ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്നത്. സെർവൻ്റ് ഉണ്ട്, സെർവൻ്റ് എന്നുള്ള വേർഡും ഉണ്ട്. പക്ഷെ എന്താ പറയുക, ദുഃഖകരനെ പറയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ എല്ലാ ട്രാൻസ്ലേഷനുകളിലും, ചുരുക്കം ചില ലിറ്ററൽ ട്രാൻസ്ലേഷനൊക്കെ ഉണ്ട്, അതൊഴികെയുള്ള എല്ലാത്തിനകത്തും സെർവൻ്റ് എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. സെർവൻറ്റും സ്ലേവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാം സെർവൻ്റ് ആയിട്ട് ജോലി ചെയ്യുന്നവരാണ്, ഗവൺമെന്റ് സെർവൻ്റ്, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്നിടത്തെല്ലാം നമ്മൾ സെർവൻസാ അല്ലേ. സെർവൻ്റ് എങ്ങനെയാണ്, നമുക്ക് ശമ്പളം ഇഷ്ടമല്ല എന്ന് തോന്നിയാൽ സെർവൻ്റ് ഗുഡ് ബൈ പറയും. പിറ്റേ ദിവസം ഈ യജമാന് സെർവൻറ്റിന് കിട്ടില്ല, കിട്ടുമോ? അതായത് സെർവൻറ്റിന് റൈറ്റ്സ് ഉണ്ട്, ശമ്പളം കൂട്ടി ചോദിക്കാം, ശമ്പളം ഡിമാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാ റൈറ്റ്സും ഉണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ യജമാനെ സേവിച്ചാൽ മതി. വേറെ അടിമയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും യജമാനെ സേവിച്ചേ പറ്റും. ഒരു റൈറ്റ്സും ഇല്ല. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മളെ സംബന്ധിച്ച് ഈ അടിമ എന്നുള്ളതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കേണ്ടതാണ്. കാരണം ഈ സെർവൻറ്റിന് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ നാട്ടിൽ ജോലി ചെയ്യുമ്പോൾ ഈ പല പ്രൈവറ്റ് കമ്പനികളുണ്ട്, മൾട്ടിനാഷണൽ കമ്പനികളുണ്ട്. അവർക്കെല്ലാം അതിൽ ജോലിക്കാർക്ക് രോഗം വന്നാൽ ചികിത്സിക്കാൻ ചില വലിയ കമ്പനിക്കാർ 1 ലക്ഷം രൂപ കൊടുക്കും, മാസം കൊടുക്കും, അല്ലെങ്കിൽ 50,000 രൂപ കൊടുക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ 3 ലക്ഷം കൊടുക്കുന്നവരുണ്ട്. പക്ഷേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദർ ഇസ് നോ അപ്പർ ലിമിറ്റ്. അതായത് ജെന്യൂൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണെങ്കിൽ ഒരു അപ്പർ ലിമിറ്റും ഇല്ല. ബാക്കിയുള്ള കമ്പനികൾക്കെല്ലാം ലിമിറ്റ് ഉണ്ട്. പക്ഷെ ആൾക്കാർക്ക് ആ പ്രൈവറ്റ് കമ്പനിയുടേതാണ് ഇഷ്ടം. കാരണം അത് ചികിത്സ ചെയ്താലും ചെയ്തില്ലെങ്കിലും അത് കിട്ടും. പക്ഷെ ഗവൺമെന്റിന്റെ എങ്ങനെയാണ്, ചികിത്സ ചെയ്തിലൊന്നും കിട്ടില്ല. ദർ ഇസ് നോ അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞേക്കുന്ന പോലെ തന്നെ ഒരു സെർവന്റ്, നമ്മൾ തോന്നുന്നു സെർവന്റ് ആണ് അടിമയേക്കാൾ നല്ലത്. ബട്ട് യജമാനൻ നല്ലവനെങ്കിൽ അടിമയ്ക്ക് ദർ ഇസ് നോ അപ്പർ ലിമിറ്റ്. ദാറ്റ് ഈസ് അവർ കണ്ടീഷൻ. നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ അടിമ എന്ന് പറയുന്ന അത്രയും ഹയസ്റ്റ് ആൻഡ് അത്രയും റെപ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ ലോകത്തിലില്ല. കാരണം നമ്മുടെ യജമാന്റെ പേഴ്സണാലിറ്റിയാണ് അടിമയുടെ പേഴ്സണാലിറ്റി. അപ്പൊ നമ്മൾ നോക്ക്, ദാവീദിന്റെ സ്ഥലം ഞാൻ ഓർക്കുന്നില്ല, ദാവീദിന്റെ കുറെ ദാസരെ വേറൊരു രാജാവ് ഇൻസൾട്ട് ചെയ്തിട്ട്, 8 or 10 ദാസന്മാരെ ഇൻസൾട്ട് ചെയ്തിട്ട് ദി എൻ്റയർ നേഷൻ ഗോയിങ് ഇൻ വാർ അഗൈൻസ്റ്റ് ദാറ്റ് കൺട്രി. നമുക്ക് ദാവീദ് ദൈവത്തിന്റെ ചെറിയൊരു ഹൃദയത്തിന്റെ ഒരു അംശം ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കൂ, ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ അടിമ എന്ന് പറയുന്നത് ലോകത്തിലെ ഗ്രേറ്റസ്റ്റ് ഓണറാണ്. അടിമയുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് യജമാന്റെ പേഴ്സണാലിറ്റിയാണ്. യജമാൻ എന്തുണ്ടോ അത് അടിമയ്ക്കുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചു വന്ന പോയിന്റ്, ഈ അടിമ വ്യവസ്ഥയില്
അടിമയുടെ ആ റൈറ്റ്സ് നമ്മളൊന്നും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അടിമയ്ക്ക് അതായത് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് കർത്താവ് പറയുന്നുണ്ട്. അതായത് എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല ഞാൻ ഈ ലോകത്തിലേക്ക് വന്ന് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ്. ദെൻ അടിമയ്ക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല, അടിമയ്ക്ക് സിറ്റിസൺഷിപ്പ് ഇല്ല. അതുകൊണ്ട് പൗലോസ് പറയുന്നത് നമ്മുടെ സിറ്റിസൺഷിപ്പ് എവിടെയാ? ഇവിടെ ഇല്ല. നമുക്കിവിടെ സിറ്റിസൺഷിപ്പ് ഇല്ലാതെ ജീവിക്കേണ്ടവരാ നമ്മൾ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ യജമാനായിരിക്കുകൊണ്ട്, അതായത് നീതിമാനായിട്ടുള്ള ഏകാധിപത്യ ദൈവം, നീതിമാനായിട്ടുള്ള ഏകാധിപത്യ ദൈവത്തിന് ആരോടും കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു കാര്യം ചെയ്യാനായിട്ട് ഉസാ പേടകത്തെ തൊട്ടപ്പോൾ മരിച്ചു വീണു. പിന്നീട് ദൈവം ഒരിക്കലും എഴുതിയിട്ടില്ല അയ്യോ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു, എഴുതിയിട്ടില്ല. ആകെ എഴുതിയേക്കുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ മാത്രം ദൈവം പിന്നീട് റിപ്പന്റ് ചെയ്തെന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ ദൈവത്തിന് ആരോടും കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ദൈവത്തിന് ആരോടും ആലോചന ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടിമകളാണ് നമ്മൾ എന്നുള്ള ആ ഒരു പേഴ്സണാലിറ്റി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും എൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത്, എൻ്റെ ഇഷ്ടം എന്ന് പറയുമ്പോൾ നമ്മൾ അടിമയായിട്ടില്ല. നോ, നമ്മളല്ലെങ്കിൽ നമ്മളെ കർത്താവ് വില കൊടുത്ത് വാങ്ങിയതാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഓർമ്മിക്കുന്നില്ല. അപ്പൊ നമ്മൾ നമ്മുടേതല്ല. അതുകൊണ്ടാണ് നമ്മൾ 4-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, അറിഞ്ഞുകൊള്ളുക കർത്താവ് ഭക്തരെ തനിക്കായി വേർതിരിച്ചിരിക്കും. നമ്മളങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ ലെറ്റ് us come back to എഫേഷ്യൻസ് 4 വരുമ്പോൾ, അപ്പൊ നമ്മൾ ചിന്തിച്ച കാര്യം മറക്കരുത്. എല്ലാത്തിൻ്റെയും ദി സെക്കൻഡ് പാർട്ട് ഓഫ് ദി എപ്പിസ്റ്റൽസ്, റോമാലേഖനം എടുത്താല്, എഫേഷ്യ ലേഖനം എടുത്താല്, കൊളോഷ്യ ലേഖനം എടുത്താല്, പത്രോസിന്റെ ലേഖനം എടുത്താല്, എല്ലാ ലേഖനങ്ങളിലും ഈ ആദ്യം പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ടത് എങ്ങനെയാണ്? സെക്കൻഡ് പാർട്ട് നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന്. അബ്രാഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു, ജെനിസിസ് ചാപ്റ്റർ 15. പിന്നീട് ഈ ഇസാഖിനെ ബലി കഴിക്കുന്നത് ജെനിസിസ് എത്ര ചാപ്റ്റർ 22. അപ്പൊ ആ 22 ആയപ്പോഴാണ് ലോകത്തിന് വെളിപ്പെട്ടത് എന്ന് പറഞ്ഞേക്കുന്ന പോലെ നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ടവരും ചോദിച്ചാൽ രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നവരാണ്. കൊളോഷ്യൻസ് 3:1 നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യം അല്ലെങ്കിൽ നമുക്ക് അബ്രാഹത്തിന്റെ വിശ്വാസം അത് അവന് നീതിയായി കണക്കാക്കപ്പെട്ടു. ഇസഹാക്കിനെ ബലി കഴിച്ചപ്പോഴാണ് അത് വെളിപ്പെട്ടത്. സെയിം വേ നമ്മൾ ക്രിസ്തുവിനോട് കൂടി മരിച്ച് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇനി പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട് കർത്താവിന് പെട്ടെന്ന് വന്നേ മതിയായിരുന്നു ഒക്കെ പറയാറുണ്ട്. അറ്റ് ദി സെയിം ടൈം നമ്മുടെ മനസ്സ് എവിടെയായിരിക്കും? മനസ്സ് ലോകത്തിലാണെങ്കിൽ നമ്മുടെ മനസ്സ് ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മളോടെങ്കിലും നമ്മൾ സിൻസിയർ ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു കള്ളനോട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഇപ്പൊ എങ്ങനെ നിയമം എന്ന് എനിക്കറിയത്തില്ല, ഈ കള്ളനോട്ട് ആയിട്ട് ഇപ്പൊ നമ്മൾ അൺനോയിങ്ങിൽ നമ്മുടെ കയ്യിൽ ഒരു കള്ളനോട്ട് വന്നു, കള്ളനോട്ട് നമ്മുടെ കയ്യിലുള്ള കള്ളനോട്ട് പിടിച്ചാലും നമ്മളെ പോലീസ് അറസ്റ്റ് ചെയ്യുമായിരുന്നു വൺ സ്റ്റേജിൽ. ഇപ്പൊ എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. അത് എവിടെ നിന്ന് കിട്ടി എന്നാ കിട്ടിയെന്നല്ല, നമ്മുടെ കയ്യിൽ കള്ളനോട്ടുണ്ടെങ്കിൽ യു ആർ അക്കൗണ്ടബിൾ എന്ന് പറഞ്ഞേക്കുന്ന പോലെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു വിശ്വാസമുണ്ട്. ഈ വിശ്വാസം ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ ഇത് കൗണ്ടറിൽ കൊണ്ട് കൊടുക്കുന്നതിന് മുമ്പേ അറിയുവാണെങ്കിൽ ദാറ്റ് ഈസ് ബെറ്റർ അല്ലേ? അതെയോ കൊണ്ട് കൊടുത്തിട്ട് അവിടെ അറസ്റ്റ് ചെയ്യപ്പെടുന്നതാണോ നല്ലത്? നേരത്തെ അറിയുന്നതല്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇപ്പൊ ഒന്ന് ശോധന ചെയ്യാൻ പറ്റിയ സമയം. അതായത് നമ്മുടെ മനസ്സ് ലോകത്തിലാണ്. നമ്മൾ ഈ വിമാനം പൊങ്ങിപ്പോകുന്ന പോലെ ഈ 35,000 ഫീറ്റിൽ പറക്കുമ്പോൾ ഒന്നും കാണത്തില്ല. ഡെസ്റ്റിനേഷൻ എപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്യുന്നുള്ള ഒറ്റ കാര്യം മാത്രം ചിന്തിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക, വേറെ ഒന്നും കാണുന്നില്ല. ഇപ്പൊ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ബിൽഡിങ്ങുകളും കാറും ജീപ്പും എല്ലാം അതിശീഘ്രം പുറകോട്ട് ഓടിക്കൊണ്ടിരിക്കുക. നമ്മൾ ഈ ലോകത്തിൽ പാട്ട് പാടുന്ന പോലെ തന്നെ രാത്രിയിൽ ഞാൻ ഉറങ്ങുമ്പോൾ അപ്പോഴും എൻ്റെ ദേഹത്തിന്റെ ചക്രം മുമ്പോട്ട് ഓടും. അപ്പൊ നമ്മുടെ ലൈഫ് ഇങ്ങനെയാണോ നമ്മളൊന്ന് ശോധന ചെയ്യുന്നത് നല്ലതാണ്. ദെൻ എഫേഷ്യൻസ് 4 എടുക്കുമ്പോൾ പൗലോസ് റിക്വസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് നമ്മളിത് നമ്മുടെ ഒരു കൂട്ടായിട്ടുള്ള യജ്ഞമാണ്. കാരണം നമ്മൾ എല്ലാവരും കർത്താവിന്റെ അടുത്ത് എത്തിപ്പെടണം. കർത്താവിനോട് ഒരു സമയത്ത് ചോദിക്കുന്നില്ലേ, ആകയാൽ രക്ഷിക്കപ്പെടുന്നവർ വിരളമാണ്. കർത്താവിനോട് ചോദിച്ചാൽ കർത്താവിന്റെ ആൻസർ എന്തായിരുന്നു ബാബു? ഓർക്കണം. അപ്പൊ എന്ന് മനുഷ്യർക്കുള്ളൊരു സംശയം, ആകയാൽ രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമാണ്. കർത്താവിനോട് ചോദിച്ചു. കർത്താവ് ഇങ്ങനെ പറഞ്ഞില്ല, രക്ഷിക്കപ്പെടാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല, എല്ലാവരും രക്ഷിക്കപ്പെടും. ഇങ്ങനെയാണ് പറഞ്ഞത്. കർത്താവ് എന്താ പറഞ്ഞു? എന്താ പോകും? കാരണം ഈ രക്ഷയെ കുറിച്ച് നോക്ക്, ഇപ്പൊ ജനറലി നമ്മുടെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മറക്കേണ്ട ആവശ്യമില്ല. അപ്പം കത്തോലിക്ക സഭ, യാക്കോബ സഭ, മർത്തോമ സഭ, CSI സഭ, ഈ 4 വലിയ രാക്ഷസന്മാര് കേരളത്തിലേക്ക് എടുക്കും. അതിനകത്ത് രക്ഷിക്കപ്പെട്ടോന്ന് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമോ? സാവ് പള്ളിയിൽ ഞായറാഴ്ച നമ്മുടെ മർത്തോമ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആരെയും ചോദിക്കാറുണ്ടോ സാവ് രക്ഷിക്കപ്പെട്ടോണോ? ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ മർത്തോമ പള്ളിയിൽ? ചോദിക്കില്ല. കാരണം ഇത് വേറൊരു ഓർഗനൈസേഷനാണ്. കാരണം ഞാനൊരു സംഭവം
വായിച്ചിട്ടുണ്ട്. റിയലി സംഭവിച്ചതല്ല, മീൻസ് അതായത് ഈ ബ്രിട്ടീഷ് തീരത്ത്, ബ്രിട്ടീഷ് കടൽ തീരത്ത് പണ്ട് ഈ ബ്രിട്ടീഷുകാരൊക്കെ ദരിദ്ര രാജ്യമായിരുന്നു. അപ്പം മീൻ പിടിക്കാൻ പോകുമ്പോൾ നമുക്കറിയാലോ, വെള്ളത്തിൽ പോകുന്നവർക്ക് ചാൻസ് മുങ്ങിച്ചാവാനുള്ള ചാൻസ് ഉണ്ട്. വെള്ളമൊക്കെ മറിയും. അപ്പൊ ഈ ഇത്തിരി മെഡിക്കൽ സയൻസിലുള്ളവർക്ക് അറിയാം, ഈ ഡ്രോൺഡ് ഡെത്തിൽ ചില ആൾക്കാരെ പെട്ടെന്ന് ഒരു വയറൊക്കെ ഞെക്കി വെള്ളമൊക്കെ ചാടിച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ബ്രീത്തിങ് കൊടുത്താൽ ചിലർ ജീവൻ പ്രാപിക്കാറുണ്ട്. മീൻസ് നോട്ട് ഫുള്ളി ഡെഡ് ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെ ഈ മുങ്ങിച്ചാവുന്ന ആൾക്കാരെ പെട്ടെന്ന് കൊണ്ടുവന്ന് ഇങ്ങനെ വയറൊക്കെ ഞെക്കി വെള്ളം ചാടിച്ച് കുറേ ആൾക്കാർ രക്ഷപ്പെടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ഈ ബ്രിട്ടീഷ് തീരത്ത് ബ്രിട്ടീഷ് കടൽ തീരത്ത് അതിനു വേണ്ടിയിട്ട് അവരൊരു ബിൽഡിംഗ് പണിതു. അപ്പൊ ഈ കൊണ്ടുവരുന്ന ആൾക്കാർ ഛർദ്ദിക്കും, അതെല്ലാം ഇതായിട്ട് ആകെ വൃത്തികേടാവും. അപ്പൊ ഇങ്ങനെ കാലങ്ങൾ കടന്നുപോയി അവർ സമ്പന്നരായി കഴിഞ്ഞപ്പോൾ ഇവര് ഈ കെട്ടിടം എല്ലാം പൊളിച്ചു പണിത് അതിനകത്ത് മൊസൈക്കോ മാർബിളോ ഒക്കെ ഇട്ട് നല്ല എയർ കണ്ടീഷൻ ആയിട്ടുള്ള നല്ല ബിൽഡിംഗ് ആയിട്ട് അത് പുതുക്കി പണിതു. അത് കഴിഞ്ഞപ്പോൾ അവരെല്ലാം കൂടെ അതിന്റെ കമ്മിറ്റി കൂടി ഒരു തീരുമാനം എടുത്തു. ഇങ്ങനെ ഈ വെള്ളത്തിൽ മുങ്ങുന്നവരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇതിനകത്ത് ഛർദ്ദിച്ച് ഇതെല്ലാം വൃത്തികേടാക്കും. അതുകൊണ്ട് അവർ ഇതിനകത്ത് കയറ്റരുതെന്ന് തീരുമാനിച്ചു. അപ്പൊ ഇത് തുടങ്ങിയത് എന്തിനു വേണ്ടിയിരുന്നു? ഈ ഡ്രോണിന്റെ ആൾക്കാർ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് തുടങ്ങിയതാ. അത് കഴിഞ്ഞ് കുറെ ജനറേഷൻ കടന്നുപോയി കഴിഞ്ഞ് ബിൽഡിംഗ് എല്ലാം പുതുക്കി പണിത് നല്ല നീറ്റാക്കി കഴിഞ്ഞപ്പോൾ അവര് ഈ പുതിയ ഭരണാധികാരികളെല്ലാം കൂടി ഒരു തീരുമാനം എടുത്തു. ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങി വന്ന ആൾക്കാരുടെ ഛർദ്ദി ഇതൊന്നും ചാടിക്കാൻ ഇത്രയും പാടുപെട്ടുണ്ടാക്കിയേക്കുന്നതാണ്. അതുകൊണ്ട് അവർ ഇതിനകത്ത് കയറ്റേണ്ടതെന്ന് തീരുമാനിച്ചു എന്ന് പറഞ്ഞേക്കുന്ന പോലെ ഈ ബൈബിളില് അപ്പസ്തോലന്മാരെല്ലാം കർത്താവും പഠിപ്പിച്ചത് എന്താ? നിങ്ങൾ രക്ഷിക്കപ്പെടണം. ഈ 1 Corinthians 1:18 എന്ന് വായിച്ചെങ്കിൽ ബാബു. ഒന്ന് വായിക്കാം. 1:18. നാശത്തിലായിരുന്നവർക്ക് കുരിശിന്റെ സന്ദേശം പോഷത്വമാണ്, രക്ഷിക്കപ്പെടുന്നവരെ നമുക്കോ ദൈവത്തിന്റെ ശക്തിയാണ്. അതെ, അതായത് പൊതുവെ ഇപ്പോ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിക്കും പറയുകയൊക്കെ ചെയ്യുന്നത് പെന്തിക്കോസുകാരും ബ്രദറൻകാരും ഉള്ളൂ. അപ്പൊ ഈ മെയിൻ സ്ട്രീം ചർച്ചുകാരുടെ ഇടയിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല, മുങ്ങിച്ചാകുന്നവരല്ല ഈ ഡ്രോൺഡ് ആയിട്ടുള്ള ആൾക്കാർ ഇനി തുടങ്ങി ഇവിടെ കയറ്റണ്ടെന്ന് തീരുമാനിച്ച പോലെ ഈ മേജർ ചർച്ചുകാരും ഈ വേർഡ് ഉപയോഗിക്കില്ല. ഏത് വേർഡ് ഉപയോഗിക്കില്ല? രക്ഷിക്കപ്പെടുക എന്നുള്ള വേർഡ് ഉപയോഗിക്കില്ല. കാരണം അതിനെ ഇങ്ങോട്ട് കയറ്റണ്ടെന്ന് തീരുമാനിച്ചു. കാരണം ഇവര് അതിനൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ഈ രക്ഷിക്കപ്പെടുന്ന കാര്യം പറഞ്ഞപ്പോൾ എന്നോട് തന്നെ ഒരാൾ ചോദിച്ചു, ഈ രക്ഷിക്കപ്പെട്ടെന്നൊക്കെ പറയുന്നത് പെന്തിക്കോസുകാരാണ്, നിങ്ങൾ വേറെ ആരെങ്കിലും ഇങ്ങനെ രക്ഷിക്കപ്പെടുന്ന കാര്യമൊക്കെ പറയാറുണ്ടോ? അതൊന്നും നമ്മൾ സംസാരിക്കേണ്ട ഒരു പോയിന്റേ അല്ല. അത് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. ദെൻ ഈ ലൂക്ക് ചാപ്റ്റർ 13 എടുക്കുമ്പോൾ അതിന്റെ 22 തുടങ്ങി വായിക്കുമ്പോൾ, പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും സഞ്ചരിച്ച് പഠിപ്പിച്ചുകൊണ്ട് അവൻ ജെറുസലേമിലേക്ക് പോയി. ഒരാൾ അവനോട് ചോദിച്ചു, കർത്താവേ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമാണോ? അതെനിക്ക് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതുള്ളൂ. അപ്പൊ ഇത് ബൈബിളിലെ ഒരു ചോദ്യവും ചിന്താവിഷയവുമാണ്. എന്ത്? രക്ഷിക്കപ്പെടുക എന്നുള്ളത്. നോക്ക്, ഇന്ന് നിയർലി 150 കോടിയോ 160 കോടിയോ എങ്ങാണ്ട് കത്തോലിക്കരുണ്ട്. പിന്നെ വലിയ പിന്നെയുള്ള ചർച്ചുകളുണ്ട്, ഓർത്തഡോക്സ് ചർച്ചുണ്ട്, ബ്രിട്ടീഷ് ആംഗ്ലിക്കൻ ചർച്ചുണ്ട്. ഈ ചർച്ചുകളിലൊന്നും ഈ വേർഡ് പോലും ഉപയോഗിക്കാത്ത ഒരു വേർഡാണ് രക്ഷിക്കപ്പെടുക. അതുകൊണ്ട് ദൈവത്തിന്റെ പോളിസി മാറ്റിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഈ എക്സോഡസ് എടുക്കുമ്പോൾ ശരിക്ക് ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു വേർഡ് നമുക്ക് എക്സോഡസിൽ കാണാൻ പറ്റും. പുറപ്പാട് ചാപ്റ്റർ അതിന്റെ അതില് സെന്റൻസ് ഞാൻ ഓർക്കുന്നില്ല. ജോസഫിനെ അറിയാത്ത ഒരു തലമുറ വന്നു. ചാപ്റ്റർ 1 ഏതെന്ന് പറയാം. 1:8 അതൊന്ന് വായിച്ചു ബാബു. എക്സോഡസ് 1:8. അങ്ങനെ ഇരിക്കെ യോസഫിനെ കുറിച്ച് അറിവില്ലാത്ത പുതിയ ഒരു രാജാവ് ഈജിപ്തിൽ അധികാരമേറ്റു. ഇത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. കാരണം ഈ ജോസഫ് വാസ് ഗ്രേറ്റ്. ഫറോയ്ക്ക് ഏറ്റവും ബഹുമാനനായിരുന്നു ജോസഫ്. ഫറോ ജോസഫിനോട് പറയുന്നില്ലേ, ഞാൻ മാത്രമേ ഇതിന്റെ മുകളിൽ ഉണ്ടായിരിക്കത്തുള്ളൂ, ഐ ആം ഫറോ, ഇനി നീ കൽപ്പിച്ചാലല്ലാതെ ഈ രാജ്യത്ത് ആരും ആനങ്ങില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ജോസഫ് മരിച്ചു. ആ ജോസഫിനെ
ഒരുപക്ഷെ ജോസഫിനെ ആ സ്ഥാനത്താക്കിയ ഫറോയുടെ മകൻ ഇത് കണ്ടിട്ടുണ്ടാവും. അതിനുശേഷം ആ ജോസഫ് മരിച്ചു, ആ കോണ്ടംപററി ആയിട്ടുണ്ടായിരുന്ന ഫറോയുടെ മകനും മരിച്ചു. പിന്നീട് വന്ന ഫറോയ്ക്ക് ജോസഫിനെ അറിയത്തില്ല. ഇവരുടെ എഴുതിയേക്കാണ് ജോസഫിനെ അറിയാത്ത ഒരു പുതിയ ഫറോ, രാജാവ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫറോ വന്നു എന്ന് പറഞ്ഞേക്കുന്ന പോലെ ഈ ബൈബിൾ സത്യങ്ങൾ ഒന്നും അറിയാൻ വയ്യാത്ത ഒരു ക്രിസ്ത്യൻ തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദി ഓൺലി വേ ടു നോ ദി ബിബ്ലിക്കൽ ട്രൂത്ത് ടു ഗോ ടു ന്യൂ ടെസ്റ്റമെന്റ്. ഒരു വഴിയില്ല. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ യാക്കോക്കാർ തമ്മിൽ കാണുമ്പോൾ ഒരിക്കലും ചോദിക്കില്ല നീ രക്ഷിക്കപ്പെട്ടതാണെന്ന് ചോദിക്കില്ല. അല്ലെങ്കിൽ കത്തോലിക്കര് അങ്ങനെ കേട്ടിട്ട് പോലുമില്ല എൻ്റെ ജീവിതത്തിൽ രക്ഷിക്കപ്പെടുകയാണ്. ഞാൻ 25 വയസ്സ് വരെ കത്തോലിക്കനായിട്ട് ജീവിച്ച ആളാണ്. രക്ഷിക്കപ്പെട്ടതാണെന്ന് ഒരു പള്ളിയിൽ അച്ഛൻ ചോദിച്ചിട്ടില്ല. നീ കുമ്പസാരിപ്പിക്കുമ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടില്ല നീ രക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞിട്ടില്ല. ആദ്യ കുർബാനായിക്കൊള്ളുമ്പോൾ പറഞ്ഞിട്ടില്ല നീ രക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞിട്ടില്ല. നെവർ. അപ്പൊ ഈ ജോസഫിനെ അറിയാത്ത ഒരു ഫറോ വന്ന പോലെ തന്നെ ഇന്നത്തെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഈ ബിബ്ലിക്കൽ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് ഒന്നും അറിയാൻ വയ്യാത്ത ഒരു ജനറേഷനിലാണ് നമ്മൾ ജീവിക്കുന്നത്. കംപ്ലീറ്റ് ഈ ബൈബിളിലെ ആ സത്യങ്ങളെ ടോട്ടലി അവഗണിച്ചിരിക്കുന്ന ഒരു തലമുറ. കർത്താവിനോട് ചോദിച്ച് രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമാണ്. അതൊന്നും വായിച്ചിട്ട് ലൂക്ക് 13 രക്ഷിക്കപ്പെടുന്നവർ രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമാണോ? അവൻ അവരോട് പറഞ്ഞു, ഇടുങ്ങിയ വാതിലിലൂടെ അകത്ത് കടക്കാൻ പരിശ്രമിക്കുക. കാരണം ഞാൻ പറയുന്നു, പലരും പ്രവേശിക്കാൻ നോക്കും, എന്നാൽ അവർക്ക് കഴിയുകയില്ല. അപ്പൊ കർത്താവ് പറഞ്ഞൊരു കാര്യം, പലരും പ്രവേശിക്കാൻ നോക്കും, അവർക്ക് നമ്മളെല്ലാം പ്രവേശിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നവരാ, പക്ഷെ എല്ലാവർക്കും കഴിയില്ല. കാരണം കർത്താവ് തന്നെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞു, അനേകർ എൻ്റെ അടുത്ത് വന്ന് പറയും ഞങ്ങൾ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഭൂതത്തെ പുറത്താക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ വൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥന ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടതാണോ എന്നുള്ളതിന്റെ തെളിവൊന്നുമല്ല, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതിന്റെ തെളിവല്ല, വൻ കാര്യങ്ങൾ സംഭവിക്കുന്നതിന്റെ തെളിവല്ല, ഭൂതത്തെ പുറത്താക്കുന്നതിന്റെ തെളിവല്ല, ഇതൊന്നുമല്ല. കർത്താവ് പറഞ്ഞതെല്ലാം ഈ ഭൂതത്തെ പുറത്താക്കി വൻ കാര്യങ്ങൾ ചെയ്തു ഇങ്ങനെയെല്ലാം പറഞ്ഞ് അനേകർ വരും, അവരോട് പറയും ഞാൻ നിങ്ങളെ അറിയില്ല. അത് കഴിഞ്ഞിട്ടാണ് therefore ആകയാൽ എന്താ പറഞ്ഞ കർത്താവ് എന്താ കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാ? ഗിരിപ്രഭാഷണം ആകയാൽ. അങ്ങനെ ഒരു വാക്കേ ഇല്ലല്ലോ ഗിരിപ്രഭാഷണത്തിൽ. മുമ്പന്മാർ വിമ്മന്മാരാവുന്ന ഗിരിപ്രഭാഷണത്തിലുണ്ടോ? ആകയാൽ നമ്മളിപ്പോ പറഞ്ഞ ആകയാൽ എങ്ങനെ കണ്ടു? ഈ വചനം കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ. ഇത് തന്നെയാണ് എല്ലാ അപ്പസ്തലന്മാരും പഠിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ തിയറി, അതായത് ഞാൻ മാനസാന്തരപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കത്തോലിക്ക സഭയിൽ നിന്ന് ഇങ്ങോട്ട് മാറി, അല്ലെങ്കിൽ കത്തോലിക്ക സഭയിൽ നിന്ന് പെന്തിക്കോസ്റ്റിലായി, ഞായറാഴ്ച ആരാധന മുടക്കരുത്, അപ്പൻ ചത്താലും ആരാധന മുടക്കില്ല, ഹല്ലേലൂയ എപ്പോഴും സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം, അതുകൊണ്ട് എപ്പോഴും സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും, പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം പറയും, അത് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ അത് മാറ്റിയിട്ട് പിന്നെ ഇഷ്ടമുള്ളത് പറയും, ഭാഷാവർത്തി പ്രാർത്ഥിക്കും, വീട്ടിൽ ചെല്ലുമ്പോൾ മദർ ടങ്ങിൽ വേറെ പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പറയും. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ല. വി വിൽ ബി ഡിസീവ്ഡ്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നൊരു കാര്യം, ലെറ്റ് us come back to Ephesians 4 വരുമ്പോൾ പൗലോസ് അതുകൊണ്ടൊരു കാര്യം പറയുകയാണ്. ഭാഗം വായിക്കുന്ന 4:1 അതുകൊണ്ട് കർത്താവിൽ തടവുകാരനായിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് അനുസൃതമായി ജീവിക്കുക. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇതിനകത്ത് നമ്മൾ ആരും പെർഫെക്റ്റ് ആയിട്ടല്ല. അറ്റ് ദി സെയിം ടൈം നമ്മുടെ ജീവിതം ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് നിരക്കുന്നതല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മരിച്ച് നിത്യനാശം അടയും, ഒരു സംശയമില്ല. ദർ ഇസ് നോ അതർ വേ. ഇപ്പൊ കുരിശ കിടന്ന കള്ളൻ സ്പിരിച്വലി സ്പീക്കിംഗ് വളരെ ഭാഗ്യവാനാണ്. കാരണം പിന്നീട് ആ ജെന്യുവൻ ആയിട്ടുള്ള മാനസാന്തരത്തിൽ മരിച്ചു. പിന്നീട് എന്താ പറയുന്നത്, പിന്നീട് ജീവിക്കാൻ ഇട വന്നിരുന്ന് എങ്ങനെയാവുക എന്ന് അറിയില്ല, എന്താണേലും മരിച്ച് ദൈവത്തിന്റെ അടുത്ത് ചെയ്യുന്നു. അപ്പൊ ഇവിടെ പൗലോസ് പറയുവാണ്, ക്രിസ്തു തടവുകാരനായിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്ന റിക്വസ്റ്റ്. ഞാൻ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം, 4:1 വായിക്കും. Ephesians 4:1. As a prisoner for the Lord, then I urge you, live life worthy of the calling you have received. ഞാൻ ഇതിനകത്ത് വായിക്കാം. 4:1 പോൾ പറയാണ്, കാരണം ഈ സത്യങ്ങളെല്ലാം അറിയാവുന്നതുകൊണ്ട് പോൾ പറയുന്ന കാരണം, ഈ 1 തുടങ്ങി 3 അധ്യായം വരെ പറഞ്ഞേക്കുന്ന തിയറി അത് ഈ പിന്നീടുള്ള ലൈഫിലേക്ക് വരുന്നില്ലെങ്കിൽ അവർ നഷ്ടപ്പെട്ടു പോകുന്നു നല്ലപോലെ അറിയാവുന്നതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഹൃദയസ്പർശിയായിട്ടാണ് പറഞ്ഞു. ഇതിനകത്ത് എഴുതിയിരിക്കുന്നു, ഐ ബെഗ് യു, എ പ്രിസണർ ഹിയർ ഇൻ ജയിൽ ഫോർ സെർവിങ് ദി ലോർഡ്, ടു ലീവ് ആൻഡ് ആക്ട്
in a way worthy of those who have been chosen for such wonderful blessings as these. പൗലോസ് പറയാണ്, ഐ ബെഗ് യു, ഞാൻ നിങ്ങളോട് കേണപേക്ഷിക്കുകയാണ്. എന്താ? അതായത് ഈ വിളിക്ക് അനുസൃതമായിട്ട് ജീവിക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഡിസീവ്ഡ് ആകരുത്. കാരണം ജോസഫിനെ അറിയാത്ത ഒരു ഫറോ പിന്നീട് രാജാവായി. ഞാൻ ആ ബ്രിട്ടീഷ് കടൽ തീരത്തെ ആ ബിൽഡിങ്ങിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആ മുങ്ങി വെള്ളത്തിൽ ഡ്രോണ്ട് ആയിട്ട് വരുന്നവരെ അവിടെ കയറ്റണ്ടാന്ന് തീരുമാനിച്ചു എന്ന് പറഞ്ഞേക്കുന്ന പോലെ തന്നെ ഈ പ്രസന്റ് ഡേ ക്രിസ്ത്യാനിറ്റിയിൽ അപ്പസ്തലന്മാരെല്ലാം പഠിപ്പിച്ച് നിങ്ങൾ രക്ഷിക്കപ്പെടണം, കർത്താവ് പറഞ്ഞു നിങ്ങൾ രക്ഷിക്കപ്പെടണം. പക്ഷെ ഇന്നത്തെ പ്രസന്റ് ഡേ ക്രിസ്ത്യാനിറ്റിയിൽ രക്ഷിക്കപ്പെടണം എന്നൊരു വാക്കുപോലും ഇല്ലാത്തൊരു ക്രിസ്ത്യാനിറ്റി. അതുകൊണ്ട് ഇവിടെ പോൾ പറഞ്ഞേക്കുവാണ്, അതുകൊണ്ട് കർത്താവിൽ തടവുകാരനായിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഐ ബെഗ് യു എന്ന ഇംഗ്ലീഷിൽ ബെഗ് യു, നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് അനുസൃതമായി ജീവിക്കുക. നമ്മുടെ ജീവിതം ഒന്ന് നോക്കിയാൽ മതി. ഫിലിപ്പിയ ലേഖനം 1:27 എടുക്കുമ്പോൾ സിമിലർ, കാരണം എല്ലാ ലേഖനങ്ങളിലും ഇവർ പഠിപ്പിച്ച ഇതേ കാര്യം തന്നെ. പത്രോസ് പറയുന്നില്ലേ, പൗലോസിന്റെ എല്ലാ ലേഖനങ്ങളിലും ഇതേ കാര്യം തന്നെയാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. കർത്താവ് പഠിപ്പിച്ച ഇതേ കാര്യങ്ങൾ തന്നെയാണ്. ഫിലിപ്പിയൻ 1:27 നിങ്ങളുടെ ജീവിത രീതി ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് നിരക്കുന്നതായിരിക്കണം. ഇതാണ് പ്രധാനം. ഇത് മാത്രമേ പ്രധാനമുള്ളൂ. നോക്ക്, ഇപ്പോ ഈ ന്യൂട്ടൺസ് തേർഡ് ലോ ഉണ്ട്. ന്യൂട്ടൺസ് തേർഡ് ലോ ഒരു ഡിസ്കവറി ആണോ ഇൻവെൻഷൻ ആണോ? ഡിസ്കവറി എന്ന് പറഞ്ഞാൽ ഉള്ളതിനെ കണ്ടുപിടിക്കുന്നു, ഇൻവെൻഷൻ പുതിയത് കണ്ടുപിടിക്കും. ഇപ്പോൾ ടെലിവിഷൻ ഇൻവെൻഷൻ ആണ്, അതേസമയം ഭൂമി ഉരുണ്ടതാണെന്നുള്ളത് ഡിസ്കവറിയാണ്. അപ്പോൾ ഈ ന്യൂട്ടന്റെ തേർഡ് ലോ എന്ന് പറയുന്നത് ഡിസ്കവറി ആണോ ഇൻവെൻഷൻ ആണോ? ഡിസ്കവറിയാണ്. അപ്പൊ ഇത് ലോകാരംഭം തുടങ്ങി ഉള്ള ഒരു നിയമമായത് ന്യൂട്ടൺസ് തേർഡ് ലോ. പക്ഷേ ഈ ജെറ്റ് എഞ്ചിൻ കണ്ടുപിടിച്ച് വിമാനം പറപ്പിച്ചപ്പോൾ മാത്രമേ മനുഷ്യന് അതുകൊണ്ട് ഗുണം ഉണ്ടായുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കപ്പൽ വെള്ളത്തിൽ പോയി കിടക്കുന്നു, ഇരുമ്പ് കൊണ്ടുണ്ടാക്കി കപ്പൽ വെള്ളത്തിൽ പോയി കിടക്കുന്നത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിളാണ്. ഈ ആർക്കിമിഡീസ് പ്രിൻസിപ്പിള് കണ്ടുപിടിച്ച ആർക്കിമിഡീസ് ആണെന്നുള്ളൂ. ലോകസ്ഥാപനം തുടങ്ങി ഇരുമ്പ് കൊണ്ട് കപ്പലുണ്ടാക്കിയാൽ അത് പൊങ്ങി കിടക്കുമായിരുന്നു. സെയിം വേ ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഇത് ദൈവഹൃദയത്തിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവത്തിന്റെ ക്യാരക്ടർ ഇത് തന്നെയാണ്. പക്ഷെ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കുന്നില്ലെങ്കിൽ ഈ കർത്താവിന്റെ മനുഷ്യാവതാരവും മരണവും ഇതുകൊണ്ട് അബ്സല്യൂട്ട്ലി നോ യൂസ്. അതപ്പോ ഫിലിപ്പിയൻസ് 1:27 വായിച്ചു. ബാബു ഒന്നോട് വായിച്ചു. നിങ്ങളുടെ ജീവിത രീതി ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് നിരക്കുന്നതായിരിക്കണം. ഇതാണ് പ്രധാനം. ഇത് മാത്രമേ പ്രധാനമുള്ളൂ. അപ്പൊ നമ്മുടെ ജീവിത രീതി നമ്മളത് ചിന്തിച്ചാൽ മതി. നമ്മുടെ ജീവിത രീതി ഈ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് നിരക്കുന്നതല്ലെങ്കിൽ നമ്മുടെ എല്ലാ ഈ ആത്മീയ അനുഭവങ്ങളും ദി ഡേ ഓഫ് ഡെത്ത് ഇറ്റ് വിൽ ഡിസപ്പിയർ, നഷ്ടപ്പെട്ടു പോകുന്നു. ഈ അനുഭൂതികൾ പലപ്പോഴും ഇത് ഡിസെപ്ഷൻ ആയിരിക്കും, പിശാചിന്റെ ഡിസെപ്ഷൻ ആയിരിക്കും. നമുക്ക് കുറെ നോക്കിപ്പോൾ ഐ വാസ് എ കരിസ്മാറ്റിക്, ഞാൻ ഭയങ്കര ഒരു കരിസ്മാറ്റിക്കുകാരനായിരുന്നു. ഈ കരിസ്മാറ്റിക്കുകാരുടെ ദി വേ ഓഫ് ദൈവാരാധന എന്ന് പറയാൻ പറ്റത്തില്ല. സ്റ്റൈലും പെന്തിക്കോസ്റ്റ് ചർച്ചിന്റെ സ്റ്റൈലും ഓൾമോസ്റ്റ് സെയിമാണ്. കാരണം ഞാൻ കൈ അടിച്ചിട്ട് എൻ്റെ കൈ രണ്ടും ഇങ്ങനെ ചുമന്ന് വന്നിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു അനുഭൂതി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാ ശനിയാഴ്ചയും കരിസ്മാറ്റിക് പരിപാടിക്ക് പോകും, ഭയങ്കരമായിട്ട് കൈയടിക്കും, ഒച്ച ഉണ്ടാക്കും. ഇതെല്ലാം ഒച്ച ഉണ്ടാക്കത്തില്ലായിരുന്നു. എനിക്കൊരു സെൽഫ് ഹ്യൂമിലേറ്റിംഗ് ആയിരുന്നു ഒച്ച ഉണ്ടാക്കുന്നത്. അത് എനിക്ക് തന്നെ എൻ്റെ ഒരു പേഴ്സണാലിറ്റിയോട് ഒരു ഇറവറൻസ് ആയിട്ട് തോന്നുന്നുകൊണ്ട് ഞാൻ ഒച്ച ഉണ്ടാക്കത്തില്ലായിരുന്നു, പക്ഷെ കൈയടിക്കുമായിരുന്നു ഭയങ്കര. അപ്പൊ അന്നേരം ഒരു അനുഭൂതി ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഇങ്ങനെയുള്ള ആത്മീയ അനുഭൂതികൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ പലരോടും ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഭയങ്കര ഒരു അനുഭവമാണ്. അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട്, ഇറങ്ങി കഴിഞ്ഞ് കുറെ എത്ര മിനിറ്റ്, ഒരു 15-20 മിനിറ്റത്തേക്ക് നല്ല അനുഭവമായിരിക്കും. ഈ അനുഭവങ്ങളെല്ലാം ഡിസപ്പിയർ ചെയ്യും. അപ്പൊ ഇതെല്ലാം ഡിസപ്പിയർ ചെയ്തിട്ട് ഇത് റിയലി അകത്ത് വ്യത്യാസം വന്നോന്ന് അറിയാനുള്ള ഏക ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ആകയാൽ നിങ്ങളുടെ ജീവിത രീതി ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് നിരക്കുന്നതായിരിക്കും. നമ്മളൊന്ന് ശോധന ചെയ്താൽ മതി. നമ്മുടെ ജീവിത രീതി ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് നിരക്കുന്നതല്ലെങ്കിൽ ഈ ആത്മീയ അനുഭൂതികൾ ഇത് നോക്കി, ഇത് അമൃതാനന്ദമയ്യയുടെ ഫോളോവേഴ്സിനും അനുഭൂതിയുണ്ട്, ബുദ്ധമതക്കാർക്കും അനുഭൂതിയുണ്ട്. ദെൻ ഇങ്ങനെയുള്ള എല്ലാ ജെൻഡയിൽ ഇപ്പം ഈ നമ്മുടെ തൃശ്ശൂരടുത്ത് കൊടുങ്ങല്ലൂർ ഭരണിയുണ്ട്. അവിടെ ഈ ഭരണി തുള്ളുന്നവർക്ക് അനുഭൂതിയുണ്ട്, ശബരിമല പോകുന്നവർക്ക് അനുഭൂതിയുണ്ട്, എല്ലാവർക്കും അനുഭൂതിയുണ്ട്. അത് ജഡത്തിന്റെ അനുഭൂതിയാണ്. ഇവ കൈ കൊട്ടുമ്പോൾ ഒരു അനുഭൂതിയുണ്ട്. അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. കാരണം ഈ കൈയുടെയും കാലിന്റെ എല്ലാം ഈ വെള്ളക്കകത്ത് നെർവ് എൻഡിങ്സ് ഉണ്ട്. അപ്പൊ കൈ കൊട്ടിയാൽ കുറെ സമയം കഴിയുമ്പോൾ ഒരു എക്സ്റ്റസി ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. അതിന് നിരീശ്വരവാദി കൈ കൊട്ടിയാൽ ഒരു അനുഭവം ഉണ്ടാവും, പക്ഷെ ദൈവം കൊടുക്കുന്നതല്ല, പരിശുദ്ധാത്മാവായിട്ട് അതിനൊരു ബന്ധമില്ല. അപ്പൊ ഈ അനുഭൂതിയൊക്കെ പിശാച് ഡിസീവ് ചെയ്യുന്ന. അപ്പൊ പലരും ഭയങ്കരമായിട്ട് കൈകൊട്ടി പാടുന്നവരൊക്കെ വിചാരിച്ചു വെച്ചേക്കുന്നത്
ആത്മാവിന്റെ ഒരു അനുഭൂതി അനുഭവിക്കുന്ന അബ്സല്യൂട്ട്ലി ഇറ്റ് ഈസ് ഡിസെപ്ഷൻ. അത് നിരീശ്വരവാദി കൈയടിച്ചാലും കിട്ടും, അത് ബുദ്ധമതക്കാരൻ കൈയടിക്കുമ്പോഴും കിട്ടുന്നുണ്ട്, അമൃതാനന്ദമയുടെ ഫോളോവേഴ്സിനും കിട്ടുന്നുണ്ട്. ഈ അനുഭൂതി എല്ലാം എപ്പോൾ ഡിസപ്പിയർ ചെയ്യും? ദി ഡേ ഓഫ് ഡെത്ത് മനസ്സിലാവും, ഐ വാസ് ഡിസീവ്ഡ്, പിശാചിനാൽ വഞ്ചിക്കപ്പെട്ടു. അപ്പൊ ഇത് അറിയുന്നത് നമ്മുടെ ജീവിത രീതി ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് നിരക്കുന്നതല്ലെങ്കിൽ നമ്മുടെ ഈ തിയറി അത് ഫെയിലിയറാണ്. അപ്പൊ കാരണം ഒരു മനുഷ്യന് ഈ ഹൃദയത്തിലുള്ളതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് അധിക ദിവസം ജീവിക്കാൻ പറ്റത്തില്ല. നോ. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ മാറ്റം വന്നില്ല എങ്കിൽ നമുക്ക് പ്രിറ്റൻഡ് ചെയ്യാൻ പറ്റും കുറച്ച് ദിവസത്തേക്ക് നല്ല ആത്മീയരായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഹൃദയത്തിൽ ഈ തിയറിറ്റിക്കൽ കൺവേർഷൻ നടന്നില്ലെങ്കിൽ പെട്ടെന്ന് ഫെയിൽ ആവും. ഈ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം 2 മാസം പോലും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ അകത്ത് മാറ്റം വന്നെങ്കിൽ ജീവിത രീതി എങ്ങനെയായി തീരും? ഗ്രാജുവലി ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് നിരക്കുന്നതായി തീരും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ മതി. എന്ന് നമ്മൾ ടേൺ ചെയ്തു, എന്ന് നമ്മൾ രക്ഷിക്കപ്പെട്ടെന്നുള്ള ഡേയും ഡേറ്റും ഒന്നും അറിയാന്നുള്ളതല്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു യു ടേൺ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ ഒരു യു ടേൺ നമുക്ക് ഓർമ്മിക്കാനില്ലെങ്കിൽ നമ്മൾ ഓൾറെഡി അണ്ടർ ഡിസെപ്ഷനാണ്. നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ആരും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ജീവിത രീതി, എഫേഷ്യൻസ് 4:1 നിങ്ങളുടെ ജീവിത രീതി നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് അനുസൃതമായി ജീവിക്കുക. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പറഞ്ഞേക്കുക. ഏറ്റവും വലിയ വ്യത്യാസം വരേണ്ടത് എവിടെയാണ്? തികഞ്ഞ എളിമയോടും സൗമ്യതയോടും ക്ഷമയോടും സ്നേഹത്തിൽ പരസ്പരം സഹിച്ച് ജീവിക്കുക. സമാധാനത്തിൽ ആത്മാവിന്റെ ഐക്യം പാലിക്കാൻ തൽപരരായിരിക്കുക. നിങ്ങൾക്ക് ലഭിച്ച വിളി ഒരേ പ്രത്യാശയിലേക്കാണ്. അപ്പോൾ നമുക്ക് എല്ലാവരും ഒരേ പ്രത്യാശയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച ദി ഹോപ്പ് എന്ന് പറയുന്നത്, ദി ഹോപ്പ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് കർത്താവ്, ദി ക്രൈസ്റ്റ് അലോൺ. അപ്പൊ നമ്മളെല്ലാവരും ഒരേ പ്രത്യാശയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തികഞ്ഞ എളിമ. കർത്താവ് പറഞ്ഞു, എന്നിൽ നിന്ന് പഠിക്കാൻ കർത്താവ് പറഞ്ഞത് ഓൺലി 1 ക്യാരക്ടർ. കർത്താവിന് എല്ലാം നന്മയുള്ളൂ, പക്ഷെ എന്നിൽ നിന്ന് പഠിക്കാൻ പറഞ്ഞത് എന്താ? ഞാൻ വിനീത ഹൃദയനും സൗമ്യശീലനുമായിരിക്കാൻ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ സുവിശേഷം അല്ലെങ്കിൽ ഉള്ളിൽ സുവിശേഷം കയറിയിട്ടുണ്ടെങ്കിൽ എക്സ്റ്റേണലായിട്ട് വെളിപ്പെടേണ്ട ഏറ്റവും നമ്പർ 1 ക്യാരക്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത് തികഞ്ഞ എളിമ. ഒരു കള്ള എളിമയല്ല, സ്യൂഡോ ഹ്യൂമിലിറ്റി അല്ല, വ്യാജ എളിമയല്ല. നമുക്കറിയാം ഈ പല രാഷ്ട്രീയ പാർട്ടിക്കാരും കീറിയ ഷർട്ട് സ്റ്റിച്ച് ചെയ്തിട്ടിടും അല്ലെ, പുതിയ ഷർട്ട് തന്നെ ഒന്ന് കീറി തയ്ച്ചിട്ടിടും. എന്തിനു വേണ്ടിയാണ്? അതായത് പഴയതൊക്കെ ഇടുന്നവരാണ്, നമ്മൾ ബുദ്ധിമുട്ടിലുള്ളവരാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടി. അങ്ങനെയുള്ള ഒരു എളിമയല്ല, സ്യൂഡോ ഹ്യൂമിലിറ്റി അല്ല, തികഞ്ഞ എളിമയോടും. അപ്പൊ ഈ എളിമയുടെ സ്റ്റാൻഡേർഡ് നമ്മൾ ആദ്യം ചിന്തിച്ചാൽ നമ്മൾ ആരാ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടിമകളാണ്. നമുക്കൊരു പേഴ്സണാലിറ്റി ഇല്ല. നമ്മുടെ പേഴ്സണാലിറ്റി കർത്താവിന്റെ പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ കർത്താവിന്റെ അടിമയാകുമ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി കർത്താവിൻ്റെതായിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ വെൽഫെയറും കർത്താവ് ലുക്കാഫ്റ്റർ ചെയ്യും. ആലോചിച്ച് കർത്താവായ യേശു ക്രിസ്തു വെൽഫെയർ ലുക്കാഫ്റ്റർ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ഈ ലോകത്തിൽ ജീവിക്കുന്നെങ്കിൽ, ഓക്കെ, ഇവിടെ ലോകത്തിൽ തന്നെ പല രാജ്യങ്ങളിലെ സിറ്റിസൺഷിപ്പിന് പല വാല്യൂ പറയാറുണ്ട് അല്ലെ. അമേരിക്കൻ സിറ്റിസൺഷിപ്പിന് ഒരു വാല്യൂ ഉണ്ട്. ഇപ്പൊ ആഫ്രിക്കയിലുള്ള എന്താ പറയുക, കോങ്കോ എന്ന് പറയുന്ന രാജ്യമുണ്ട്, നമ്മൾ കേട്ടിട്ട് പോലില്ല. ആ രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പിന് വേണ്ടി ആരെങ്കിലും ട്രൈ ചെയ്യാറുണ്ടോ? ശരി, അന്ന് അങ്ങോട്ടൊന്ന് മൈഗ്രേറ്റ് ചെയ്തേക്കാന്ന് പറഞ്ഞ് ട്രൈ ചെയ്യാറുണ്ട്. ആഫ്രിക്കയിൽ കോങ്കോ ഉണ്ട്, കേട്ടിട്ടില്ലാത്ത ഒത്തിരി രാജ്യങ്ങളുണ്ട് ഇല്ലേ. ചാഡ് എന്ന് പറയുന്ന രാജ്യം എന്നാൽ ശരി, ഇന്ത്യൻ പൗരത്വമൊക്കെ വിട്ട് ചാടിലേക്കൊന്ന് പോയേക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പേഴ്സണാലിറ്റി അല്ലെ, കർത്താവായ യേശു ക്രിസ്തു വെൽഫെയർ ലുക്ക് ആഫ്റ്റർ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ യുണീക്ക് ആയിരിക്കും അവർ. നമുക്ക് കിട്ടിയേക്കുന്ന ഒരു ഭാഗ്യ പദവിയാണ്. പ്രൊവൈഡഡ് ഇഫ് യു ആർ വില്ലിംഗ് ടു ബിക്കം എ സ്ലേവ് ഓഫ് ദി ലോർഡ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തേഴ്സ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ പേഴ്സണാലിറ്റി സെറ്റപ്പാർട്ട് ചെയ്തിട്ട് നമ്മുടെ തല ഉപയോഗിക്കാതെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തല വെളിപ്പെട്ടിരിക്കുന്ന ഇതിനകത്താണ്, ദൈവത്തിന്റെ വചനത്തിലാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് തികഞ്ഞ എളിമയോടും സൗമ്യതയോടും ക്ഷമയോടും സ്നേഹത്തിൽ പരസ്പരം സഹിച്ച് ജീവിക്കുക. ക്രിസ്ത്യൻ ലൈഫിനകത്ത് സഹനം ഇല്ല എന്ന് പറഞ്ഞാൽ അത് വേറൊരു ക്രിസ്ത്യാനിറ്റിയാണ്. കാരണം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് അപ്പോയിന്റഡ് ഫോർ അസ് നോട്ട് ഓൺലി ടു ബിലീവ്
ബട്ട് ഓൾസോ ടു സഫർ. കർത്താവിന്റെ മാർഗം സഫർ. ബൈബിളിലെ മാർഗം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ സഫർ ചെയ്തേക്കുന്ന മാർഗം. ദേവാലയ സമർപ്പണം നമ്മൾ കാണുന്നുണ്ട്. ലക്ഷക്കണക്കിന് കാളകളെ കൊന്നു, ആടിനെ കൊന്നു, രക്തപ്പുഴ, സഫറിങ് അല്ലെങ്കിൽ രക്തം സാക്രിഫൈസിന്റെ ഒരു ഇതാ. കർത്താവ് പൗലോസ് വേറൊരു സ്ഥലത്ത് പറയുന്നില്ലേ, കൊളോസിലെ ലേഖനത്തിൽ പറയുന്നില്ലേ, സഭയാകുന്ന ശരീരത്തിന് വേണ്ടി. അതിനകത്ത് ടെർമിനോളജി വളരെ കറക്റ്റ് ആയിരിക്കണം, കാരണം തെറ്റാൻ പാടില്ല. കാരണം കർത്താവിന്റെ ലാസ്റ്റ് വേർഡ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന്. അപ്പോ പൗലോസ് എന്താ പറയുന്നത്? ആരുടെ സൈന്യത്തിന്റെ കുറവാ? അപ്പൊ കർത്താവ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്നാ പറഞ്ഞു. എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ കർത്താവ് പറ്റി. കർത്താവിന്റെ സൈന്യത്തിൽ കുറവുണ്ട്. അല്ല, അത് ശ്രദ്ധിക്കേണ്ട വേണ്ട. 1 വേഴ്സ്, കൊളോഷ്യൻസ് 1 വേഴ്സ് 24 and 25 വായിക്കുമ്പോ വായിക്കുക. 24 and 25. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത് വളരെ ശ്രദ്ധിച്ച് വായിക്കണം, കാരണം വളരെ ഒരു കൺഫ്യൂസിങ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് സെന്റൻസുകളാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ സഹിക്കുന്ന യാതനകളുടെ പേരിൽ ഞാൻ ഇപ്പോൾ സന്തോഷിക്കുകയാണ്. കാരണം എന്റെ ശരീരത്തിൽ ഞാൻ സഹിക്കുന്ന യാതനകൾ വഴി സഭയാവുന്ന തന്റെ ശരീരത്തിന് വേണ്ടി ക്രിസ്തു സഹിച്ച പീഡകളിൽ ഉള്ള കുറവ് ഞാൻ നികത്തുകയാണ്. മതി. അതായത് അവിടെ നമ്മൾ കണ്ടു, ഈ എഫേഷ്യൻസ് 4:1 നമ്മൾ കണ്ടത് സൗമ്യതയോടും ക്ഷമയോടും സ്നേഹത്തിൽ പരസ്പരം സഹിച്ച് ജീവിക്കുക. അപ്പൊ പൗലോസ് ഇവിടെ പറയുന്നത് കർത്താവിന്റെ മനുഷ്യനെ വീണ്ടെടുക്കാനുള്ള കർത്താവിന്റെ സഹനത്തിലുള്ള കുറവ് നികത്താന്നല്ല പൗലോസ് പറയുന്നത്. നോബഡി ക്യാൻ ഡു ഇറ്റ്. നോബഡി ക്യാൻ കോൺട്രിബ്യൂട്ട് ടു the role which the Lord played for saving the humanity. That was perfect, that was complete, it was finished. That was the last word, കർത്താവിന്റെ അവസാന വേർഡ്. എന്നിട്ട് പൗലോസ് പറയുന്നത് എന്താ? സഭയാകുന്ന ശരീരത്തിന് വേണ്ടി ക്രിസ്തു സഹിച്ച സഹനങ്ങളിലുള്ള കുറവ് എന്റെ ശരീരത്തിൽ സഹിച്ച് ഞാൻ നികത്തുകയാണ്. ഈ റോള് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. എവരിബഡി ഹാസ് എ റോൾ ടു പ്ലേ. അതായത് കർത്താവിന്റെ സഭയാകുന്ന ശരീരത്തിന് വേണ്ടിയിട്ട് സഹിക്കാൻ നമ്മൾ, അതായത് ഐ ഹാവ് ടു കോൺട്രിബ്യൂട്ട് എ ബിറ്റ്. സഭയാകുന്ന ശരീരത്തിന് വേണ്ടിയിട്ട് ഓരോരുത്തരും സഹിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ പ്രോസ്പെറിറ്റി ഹോസ്പിറ്റലുകാരുടെയൊക്കെ കള്ള സുവിശേഷം എന്ന് പറയുന്നത്. കാരണം സഹനം എല്ലാം കടന്നുപോയി, ഇനി എല്ലാം അനുഗ്രഹം, ഇനി സന്തോഷിക്കുക, ആനന്ദിക്കുക, ഡാൻസ് കളിക്കുക എന്നുള്ളതല്ല. അതായത് ഓരോ ക്രിസ്ത്യ വിശ്വാസിക്കും there is a role to play. അതായത് ക്രിസ്തുവിന്റെ സഭയാകുന്ന ശരീരത്തിന് വേണ്ടി എനിക്കൊരു സഹനത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാനുണ്ട്. കർത്താവിന്റെ സഭയിലോട്ട് ജനിക്കുന്ന ഓരോരുത്തർക്കും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. പോളിന്റെ കോൺട്രിബ്യൂഷൻ ഞാൻ സഹിക്കുന്നു. പോള് സഹിച്ചതിന്റെ ലിസ്റ്റ് 2 കൊരിന്ത്യർ 11 അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. യഹൂദരുടെ കയ്യിൽ നിന്ന് എത്ര വട്ടം അടി കൊണ്ടു? ഒന്ന് പറയാം. 5 തവണ അടി കൊണ്ടു, കപ്പൽ ഛേദത്തിൽപ്പെട്ടു, കല്ലെറിയപ്പെട്ടു. ഇങ്ങനെയൊന്നും നമ്മൾ സഹിച്ചിട്ടില്ല. നമ്മൾ അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരായിരിക്കില്ല. അറ്റ് ദി സെയിം ടൈം അറ്റ്ലീസ്റ്റ് ഈ 1 Peter 4 ഒരു സാധനം പറയുന്നുണ്ട്. അത് എവരിബഡി ഹാസ് ടു കോൺട്രിബ്യൂട്ട്. എന്താ 1 Peter 4 നമ്മളെല്ലാവരും സഹിക്കേണ്ട ഒരു സാധനം പറയുന്നത് എന്താ? ഓർക്കുന്നുണ്ടാവും, എടുക്കുമ്പോൾ ഓർമ്മ വരും. അതായത് ക്രിസ്തു ശാരീരികമായി പീഡ അനുഭവിച്ചതിനാൽ നിങ്ങളും അതേ മനോഭാവം ആയുധമായി ധരിക്കുക. കാരണം ശാരീരികമായി പീഡ അനുഭവിച്ചവൻ ശാരീരികമായി ശേഷിക്കുന്ന കാലം മാനുഷിക മോഹങ്ങൾക്ക് ഒട്ടും വശംവദനാകാതെ ദൈവഹിതം അനുസരിച്ച് ജീവിക്കാൻ പാപത്തിൽ നിന്ന് അകന്നിരിക്കുന്നു. അത് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ആ ശാരീരികമായതിനോട് ഫ്ലഷ് എന്നാണ്. അതായത് ഇപ്പൊ മോശയുടെ ഒരു പീഡയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. മോശ എന്ത് സഹിച്ചു? അതായത് പാപത്തിന്റെ താൽക്കാലിക സുഖങ്ങൾ അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത് ക്രിസ്തുവിന് വേണ്ടി പീഡ അനുഭവിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാവരും നോക്കും, എന്തുകൊണ്ടാണ് നമ്മൾ പാപം ചെയ്യുന്നത്? നോബഡി ലൈക്സ് ടു ഡു സിൻ. എല്ലാത്തിനും ഒരു ചെറിയൊരു സന്തോഷമുണ്ട്, എല്ലാ പാപത്തിനും A to Z. ശരി, ഇപ്പൊ നമുക്കൊരു സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പെട്ടെന്ന് നോക്കിയിട്ട് ഒരു വിദ്യയിൽ ഒരു രക്ഷയില്ല, പെട്ടെന്ന് ഒരു നുണ പറഞ്ഞു, അപ്പൊ നമുക്കൊരു ആശ്വാസമായി. അല്ലെങ്കിൽ നമ്മളോട് ഒരാൾ കോപിച്ചു, ഇങ്ങനെ പറഞ്ഞ കേട്ടില്ലേ ബാബു? അവനോട് 2 പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആശ്വാസമായി. കേട്ടിട്ടില്ലേ? നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും കേട്ടിട്ടുണ്ടാവും, ചെയ്തിട്ടും ഉണ്ടാവും ചിലപ്പോൾ. ഇല്ല, ബാബു അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതായത് ആ അകത്തുനിന്ന് പൊട്ടിത്തെറിക്കുന്ന 2 പറഞ്ഞു കഴിഞ്ഞപ്പോ ഇത് പാപത്തിന്റെ താൽക്കാലിക സുഖം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ പാപത്തിനും ഉണ്ട് ഇത്. അല്ലാതെ ചില പാപങ്ങൾക്ക് സുഖം, ചില പാപങ്ങൾക്ക്, കാരണം സുഖമില്ലാതെ ആരും പാപം ചെയ്തില്ല. നോബഡി വിൽ ഡു ഇറ്റ്. കാരണം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ആരും ചെയ്യത്തില്ല. ഇല്ലേ? ദേഷ്യം വന്നങ്ങ്
പൊട്ടിത്തെറിക്കാതെ ആയിരിക്കുമ്പോൾ ചിലർക്കാണെങ്കിൽ ഒരു കൈപ്രയോഗം നടത്തി കഴിയുമ്പോൾ ഒരു റിലാക്സേഷൻ കിട്ടും, കൈയുടെ ആ ഒരു അല്ലേ തരിപ്പ് മാറി കിട്ടും എന്ന് അതിവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഫസ്റ്റ് പീറ്റർ 4 അത് ഇംഗ്ലീഷ് വായിക്കുകയാണെങ്കിൽ ഇത്തിരി ക്ലിയർ ആവും. അങ്ങനെയൊന്നുമില്ല ബാബു, പാപത്തിന് ഒന്നുമില്ല. അല്ല ഞാൻ പറഞ്ഞ ബാബു പറയുന്ന കാര്യമല്ല, ജനറലി പാപത്തിനെല്ലാം ഒരു ആശ്വാസം ഇല്ല. 4:1 ഇത് നമുക്ക് ഇത്തിരിയോടെ മനസ്സിലാവും. Therefore, since Christ suffered for us in the flesh, arm yourself also with the same mind, for he who has suffered in the flesh has ceased from sin. Flesh എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ശരീരം എന്ന് പറയുന്നതൊക്കെ ഒരു ഡിഫറെന്റ് മീനിങ് അല്ലേ, അതാ ട്രാൻസ്ലേഷൻസിലുള്ള പ്രോബ്ലം. അപ്പൊ ശരീരത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ശരീരമല്ല, ശരീരം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ ശരീരമല്ല. ഫ്ലഷ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലഷ് എന്ന് പറഞ്ഞാൽ ടു ബി ഫ്രാങ്ക് ഇറ്റ് ഈസ് ആദാമിക് നേച്ചർ, അല്ല നമ്മുടെ ഈ ശരീരമല്ല. അപ്പൊ ക്രിസ്തു എന്ത് ചെയ്തു? കർത്താവിന് ഒരു ശരീരം ഉണ്ടായിരുന്നു. നമ്മൾ വായിക്കുന്നില്ല, നമ്മെ പോലെ എല്ലാ കാര്യത്തിലും കർത്താവ് പ്രലോഭിപ്പിക്കപ്പെട്ടു, വെച്ചിട്ടില്ല എല്ലാത്തിലും. അതായത് ഇതുപോലെ ഒരു ജഡത്തിലാണ് കർത്താവ് ജീവിച്ചത്. അതായത് ഇപ്പൊ ടീനേജ് പിള്ളേർക്ക് ഉണ്ടാകുന്ന എല്ലാ ടെംപ്റ്റേഷനും, ലോകത്തിൽ ദേഷ്യം അല്ലെങ്കിൽ കോപിക്കാനുള്ള ടെംപ്റ്റേഷൻ. അതുകൊണ്ട് കുരിശിലെ 7 തിരുമൊഴികളിൽ ആദ്യത്തേത് ലോജിക്കലി ഫസ്റ്റ് എന്തായിരിക്കും? ലോജിക്കലി, കാരണം ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണം. എപ്പോഴേ കർത്താവിന്റെ ബലി സ്വീകാര്യമാകത്തുള്ളൂ. കാരണം കർത്താവിനെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചു. അപ്പോഴേ കർത്താവിന്റെ ബലി പെർഫെക്റ്റ് വാസ് റാറ്റിഫൈഡ് ഇൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആത്മാവിനെ പൗത്രീകരിക്കപ്പെട്ടു കർത്താവ്. അപ്പൊ ആദ്യം കർത്താവ് പറഞ്ഞതാ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, അതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണം. ഹി വാസ് അക്സെപ്റ്റഡ് ബൈ ഫാദർ. അപ്പൊ ഇവിടെ ക്രിസ്തു ഫ്ലഷിൽ കഷ്ടം സഹിച്ചു. അതുകൊണ്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആം യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ എന്താ? ആംഡ് ബറ്റാലിയൻ എന്ന് പറഞ്ഞാൽ എന്താ? ആംഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആയുധം. ആംഡ് എന്ന് പറഞ്ഞാൽ ആയുധം ധരിക്കാൻ. അപ്പൊ ക്രിസ്തു ഫ്ലഷില് എന്ത് ചെയ്തു? കഷ്ടം സഹിച്ചു. അതുകൊണ്ട് നമ്മൾ എങ്ങനെ ആംഡാണ്? അതേ ആമായിരിക്കണം നമ്മുടെ വെപ്പൺ. അതായിരിക്കണം വെപ്പൺ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ കോപിക്കാൻ ഭയങ്കരമായിട്ട് ടെംപ്റ്റേഷൻ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെ പറയണം, കർത്താവിനെ പ്രതി ഞാൻ നിന്നോട് ക്ഷമിക്കുമെന്ന് പറയും. അതായത് അതെ, തീർച്ചയായിട്ടും കർത്താവ് ജഡത്തിൽ അതിനെ ക്രൂശിച്ചു. അതായത് ആം യുവർ സെൽഫ് വിത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ആം യുവർ സെൽഫ് വിത്ത്, ഇപ്പൊ വായിച്ചത് 4:1 ആം യുവർ സെൽഫ് വിത്ത് 4:1 ഫസ്റ്റ് പീറ്റർ ഒന്നുണ്ടോ വായിച്ചത്? ക്രിസ്തു ശാരീരികമായി പീഡ അനുഭവിച്ചത്. ഈ ശാരീരികം എന്ന് പറയുന്നത് ഫ്ലഷ് ആണ്. ഈ ശാരീരം മീൻസ് ജഡം എന്നുള്ള ഇച്ചിരി കറക്റ്റ്. സത്യോ ദിവസം വായിക്കുന്നത്. അപ്പൊ ഈ ജഡത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് കർത്താവിന് ക്രൂശിച്ച ശരീരമല്ല, ഫ്ലഷ് എന്ന് പറഞ്ഞു. ഫ്ലഷ് എന്ന് പറയുന്നത് എപ്പോഴും ഫ്ലഷ് എന്ന് ബൈബിളിൽ കണ്ട എന്താ? ആദാമിക് നേച്ചറാണ്. അപ്പൊ ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചെന്ന് പറഞ്ഞാൽ ജഡത്തിൽ എല്ലാ പാപത്തിനു വേണ്ടിയും കർത്താവിനെ പിശാച് ടെംപ്റ്റ് ചെയ്തു. പക്ഷെ കർത്താവ് എല്ലാത്തിനോട് എന്ത് പറഞ്ഞു? നോ പറഞ്ഞു. നമ്മൾ വായിക്കുന്നല്ലേ, അത് വായിച്ചിട്ടില്ലേ? കർത്താവ് ഇതൊന്നും വായിച്ചിട്ടില്ലേ? ഇതൊന്നും വായിച്ചിട്ടില്ലേ? ഈ ഹീബ്രൂസ് 4:15 വായിച്ചു. കാരണം ഇപ്പൊ നമ്മൾ ചിന്തിച്ചത് സഭയാകുന്ന ശരീരത്തിന് വേണ്ടി എന്ത് ചെയ്യണം? അതായത് സഭയാകുന്ന ശരീരത്തിന് വേണ്ടി ക്രിസ്തുവിന്റെ സഹനങ്ങളിലുള്ള കുറവ് അത് ആർക്ക് നിർത്താൻ പറ്റും? ഇപ്പം ഷാജൻ രക്ഷിക്കപ്പെട്ടു. ഇപ്പൊ ഷാജനെ സംബന്ധിച്ച് പറയുമ്പോൾ സഭയാകുന്ന ശരീരത്തിന് വേണ്ടി ക്രിസ്തു സഹിച്ചതിൽ ഒരു കുറവുണ്ട്. ആസ് ഫാർ ആസ് യുവർ സാൽവേഷൻ ഇസ് കൺസേൺഡ്, ദാറ്റ് ഓൺലി യു ക്യാൻ കോൺട്രിബ്യൂട്ട്. ഹീബ്രൂസ് 4:15. നമ്മുടെ ദൗർബല്യങ്ങളിൽ നമ്മോട് സഹകരിക്കാൻ കഴിയാത്ത ഒരു മഹാപുരോഹിതനല്ല നമുക്കുള്ളത്. എല്ലാ വിധത്തിലും നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ, എങ്കിലും അവനിൽ പാപമില്ല. അതെ, അപ്പൊ ഇവിടെ ആം യുവർ സെൽഫ് വിത്ത് ദി സെയിം ആറ്റിറ്റ്യൂഡ് ആസ് ദാറ്റ് ക്രൈസ്റ്റ് ഹാഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളെയും ഈ പിശാചി സെയിം ഉത്തരവാദിത്വം ചെയ്യുന്നുണ്ട്. എല്ലാ രീതിയിലും നമ്മൾ പ്രലോഭിപ്പിക്കുന്നുണ്ട്. ക്രിസ്തു എന്ത് ചെയ്തു? നോ. കർത്താവ് പറയുന്നുണ്ട്, ഈ ലോകത്തിന്റെ ദേവൻ അല്ല, ലോകത്തിന്റെ ദേവൻ വരുന്ന അവൻ എൻ്റെ മേൽ യാതൊരു അധികാരമില്ല. പക്ഷെ നമ്മുടെ മേലോ നമുക്ക് പറയാൻ പറ്റുമോ? ഈ ലോകത്തിന്റെ ദേവൻ ഒത്തിരി ടെംപ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നെ ഇതുവരെ വീഴിക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. ലെറ്റ് us be realistic. അപ്പൊ ഇവിടെ പറഞ്ഞത് ആം യുവർ സെൽഫ് വിത്ത് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ദി ക്രൈസ്റ്റ്.
അപ്പൊ നമ്മളെ സംബന്ധിച്ച് സഭയാകുന്ന ശരീരത്തിന് വേണ്ടി ക്രിസ്തു സഹിച്ച സഹനങ്ങളിലുള്ള കുറവ് എങ്ങനെ നിർത്താൻ പറ്റുമ്പോൾ, അതായത് ഈ പിശാചി പ്രലോഭിപ്പിക്കുമ്പോ ഇത് കർത്താവിനെ പ്രലോഭിപ്പിച്ചപ്പോ ഇപ്പൊ നമ്മൾ ശരിക്ക് നോക്ക്, ഇപ്പൊ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഭാര്യ അതായത് ക്ഷമയെ അങ്ങ് പരിശോധിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പറയാതെ ഒരു രക്ഷയില്ലാത്തൊരു കണ്ടീഷനിൽ ഭാര്യ സംസാരിക്കുക. അപ്പൊ സഭയാകുന്ന ശരീരത്തിന് വേണ്ടിയുള്ള കുറവ് എങ്ങനെ നിർത്താൻ പറ്റും ബാബു? ഓ ഹണി, ഓ യു ആർ ടോക്കിംഗ് വെരി ബ്യൂട്ടിഫുള്ളി എന്നൊക്കെ പറഞ്ഞ് ആ സഭയാകുന്ന ശരീരത്തിന് വേണ്ടിയിട്ട് ക്രിസ്തു സഹിച്ചതിലുള്ള കുറവ് നികത്തണം. സെയിം വൈസ് വേഴ്സ്. അപ്പൊ ഭർത്താവ് ഭയങ്കര ഒരു എന്താ പറയുന്നത്, അതെ അഗ്രസീവായിട്ട് സംസാരിക്കുക, അപ്പൊ എന്ത് ചെയ്യണം? എങ്ങനെ സഭയാകുന്ന ശരീരത്തിന് വേണ്ടിയുള്ള ക്രിസ്തു സഹിച്ചതിലുള്ള കുറവ് എങ്ങനെ നിർത്താൻ പറ്റും? എത്ര നല്ല മധുരമായിട്ടാ സംസാരിക്കും. അപ്പൊ നമുക്ക് ഈ ബൈബിൾ എഴുതിയിട്ടുണ്ട്, കോപിച്ചുകൊള്ളു സൂര്യൻ. അപ്പൊ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ സുഖമായിട്ട് കോപിക്കാം അല്ലേ? 12 മണിക്കൂർ അല്ലേ പറയുന്നത്? 12 മണിക്കൂർ നോ പ്രോബ്ലം. അത് ഏത് സങ്കീർത്തനത്തിൽ നിന്നുള്ള കൊട്ടേഷനാണ്? 4 അന്ന് എടുത്ത് നോക്കി ബാബു. അല്ല ബാബു അല്ല, വറീസിന്ന് എടുത്ത് നോക്കി. കാരണം ഞാൻ എന്നും പറയുന്ന ഒരു കാര്യമുണ്ട്, ഓൾഡ് ടെസ്റ്റാമെന്റിലെ റെഫറൻസ് ന്യൂ ടെസ്റ്റാമെന്റിൽ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ഓൾഡ് ടെസ്റ്റാമെന്റ് പോയി വായിക്കാൻ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഒന്ന് വായിച്ചേ, വറീസ് ഒന്ന് വായിക്കാം. അല്ല, അങ്ങനെ ഒരു ഉത്തരവാദിത്വമില്ലേ ബാബു? ഈ ഓൾഡ് ടെസ്റ്റാമെന്റ് റെഫറൻസ് ന്യൂ ടെസ്റ്റാമെന്റ് കാണുമ്പോൾ ഒന്ന് നോക്കാറുണ്ടോ ലിസി? അത് നോക്കാറില്ല. പിന്നെ ഇപ്പം അതൊന്ന് വായിച്ചു പോകും. ക്ഷോഭിച്ചോളൂ, പക്ഷേ പാപം ചെയ്യരുത്. നിങ്ങളുടെ കിടക്കകളിൽ വെച്ച് ഹൃദയം കൊണ്ട് സമ്പാദിക്കുക, മൗനം പാലിക്കുക. അപ്പൊ ആ 4 സെന്റൻസ് അതിന്റെ ഒരു സ്റ്റാർട്ടിങ് അവിടെ ന്യൂ ടെസ്റ്റാമെന്റിൽ എഴുതിയിരിക്കുന്ന ഫുൾ സെന്റൻസ് എങ്ങനെയാന്ന് വായിച്ചേക്ക് പോകുന്നോട് വായിച്ചു. ക്ഷോഭിച്ചോളൂ, പക്ഷേ പാപം ചെയ്യരുത്. നിങ്ങളുടെ കിടക്കകളിൽ വെച്ച് ഹൃദയം കൊണ്ട് സമ്മതിക്കുക, മൗനം പാലിക്കുക. അപ്പൊ എന്ത് ചെയ്യണം? കോപം വരുമ്പോ, ക്ഷോഭം വരുമ്പോ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം എന്നറിയാം? ഇപ്പൊ ഭാര്യയും ഭർത്താവും കൂടി ഇരിക്കുമ്പോ അങ്ങനെ കോപം വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്, പെട്ടെന്ന് എഴുന്നേറ്റ് പോവുക. എന്ത് ചെയ്യണം? എഴുന്നേറ്റ് പോയി കിടക്കുക. കുറെ നേരം കിടക്കുമ്പോഴേ ആ കോപം പോകും. ദാറ്റ് ഈസ് റെമഡി റിട്ടൺ ഇൻ ദി ബൈബിൾ. അപ്പൊ നെക്സ്റ്റ് ടൈം ഭാര്യയും ഭർത്താവും കൂടി തമ്മിൽ ഭയങ്കര കോപം വരും, പെട്ടെന്ന് എഴുന്നേറ്റ് പോവുക. അപ്പൊ ഭർത്താവിന് മനസ്സിലാകണം എങ്ങോട്ട് പോവാന്ന് മനസ്സിലാകണം. ഉറങ്ങാൻ പോവാന്നല്ല, അത് മൗനം പാലിക്കാൻ പോവാന്ന്. ഇതൊന്ന് ഒരു 4-5 തവണ ഇതൊന്ന് എക്സർസൈസ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ കോപം വരാതാവും. അപ്പൊ ഇതിൽ എഴുതിയിരിക്കുന്നത് ക്ഷോഭിച്ചോളൂ പക്ഷെ പാപം ചെയ്യരുത്. നിങ്ങളുടെ കിടക്കകളിൽ വെച്ച് ഹൃദയം കൊണ്ട് സംവദിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വാക്കിന്റെ അർത്ഥം എന്താ പറയുക? സംവദിക്കുക. അപ്പൊ കിടക്കെ പോയി കിടന്ന് ചിന്തിക്കുക. അത് ശരി, എന്താണ് ദേഷ്യപ്പെടാൻ കാരണം? അപ്പൊ നമ്മുടെ കയ്യിൽ നിന്നാണ് കോപത്തിന് കാരണം ഉണ്ടായതെങ്കിൽ സംവദിക്കുന്നതിനിടയിൽ മൗനം അതെ അല്ല, അത് സിനിയാണ് പറഞ്ഞത്. ഇനി കുറച്ചുകൂടെ നല്ല മാതൃകയാ പറഞ്ഞു. പോയി ക്ഷമ ചോദിക്കുക, ദെൻ മൗനം പാലിക്കുക. ഇതൊരു കുറച്ച് തവണ ഈ എക്സർസൈസ് ചെയ്യുമ്പോഴത്തേക്കും ഈ കോപത്തിന്റെ വരവ് ഇല്ലാതായിത്തീരും. ഇതാണ് നമ്മൾ വായിച്ച 1 Peter 4:1 നമ്മളെല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. ഇത് മറക്കാൻ പറ്റത്തില്ല. സഭയാകുന്ന ശരീരത്തിന് വേണ്ടി, ഏത് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയല്ല, ഡിസ്റ്റിങ്വിഷ് ചെയ്യണം. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തു സഹിച്ചതിനോട് nobody can contribute. അതിനകത്ത് സഹരക്ഷകയില്ല, സഹരക്ഷകനില്ല, ഒന്നുമില്ല. nobody can contribute. at the same time സഭയാകുന്ന ശരീരത്തിന് വേണ്ടി നമ്മളെല്ലാം സഭ ഈ ലോകത്തില് ഡിഫിക്കൽറ്റീസുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. സഭയാകുന്ന ശരീരത്തിന് വേണ്ടിയിട്ട് ഒരു സഹനത്തിന്റെ കോൺട്രിബ്യൂഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എങ്കിലേ കർത്താവിന്റെ സഭ മഹത്വപ്പെടുകയുള്ളൂ. അത് കർത്താവ് സഹിച്ച പോലെ. അപ്പൊ നമ്മള് ഇങ്ങനെയുള്ള നമ്മളവിടെ 4:1 അല്ല, എഫേഷ്യൻ 4:1 and 2 വായിച്ചത്, നമ്മൾ സഹനത്തിൽ പങ്കുകാരാകുക, സഹിക്കുക. അങ്ങനെ സഹിച്ചു കഴിയുമ്പോൾ, അങ്ങനെ നമ്മൾ സഹിച്ചില്ലെങ്കിൽ കർത്താവിന്റെ സഭ ലോകത്തിൽ പരിഹസിക്കപ്പെടും. നിങ്ങൾ മുഖാന്തരം ജാതികളുടെ ഇടയിൽ എന്റെ നാമം അവഹേളിക്കപ്പെടും. കാരണം നമ്മള് ലോകത്തിൽ ഒരാള് ശരി ബ്ലേഡ് ബാങ്ക് നടത്തുക നാട്ടിലെല്ലാവരും,
ശരി, കർത്താവിനെ വിളിക്കുന്നവന് പോയി ബ്ലേഡ് ബാങ്ക് നടത്തി, മറ്റവന് നടത്താം. പക്ഷെ നമ്മൾ നടത്തുമ്പോൾ കർത്താവിന്റെ നാമം ദുഷിക്കപ്പെടും. അപ്പൊ സഭയാകുന്ന ശരീരത്തിന് വേണ്ടി നമ്മൾ സഹിക്കാൻ വില്ലിങ് അല്ലെങ്കിൽ നമുക്ക് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് നിരക്കുന്ന ഒരു ജീവിതം നയിക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാവരും വി ഓൾ ഷുഡ് എന്ന് പറഞ്ഞാൽ ആയുധം ധരിക്കുക. എന്തായുധം? അതായത് കർത്താവിന്റെ നാമത്തിന് ദൂഷ്യം വരുന്ന എന്ത് നമുക്ക് വ്യക്തിപരമായിട്ട് സഹിക്കേണ്ടി വന്നാലും, എന്ത് കഷ്ടം സഹിക്കേണ്ടി വന്നാലും, എന്ത് ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നാലും, ഈവൻ മരിക്കേണ്ടി വന്നാലും കർത്താവിന്റെ നാമത്തിന് ഞാൻ മുഖാന്തരം ഒരു ചീത്തപ്പേര് വരുത്തില്ല എന്ന് നമ്മൾ തീരുമാനിക്കാൻ ബാധ്യസ്ഥരാണ്. ഇതാണ് പത്രോസ് പറഞ്ഞിരിക്കുന്നത്, ആം യുവർ സെൽഫ് വിത്ത് ദി സെയിം ആറ്റിറ്റ്യൂഡ് വിച്ച് വാസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. അപ്പൊ കർത്താവ് ജഡത്തിൽ കഷ്ടം സഹിച്ചു. നമ്മൾ ഇത് ജഡത്തിൽ കഷ്ടമാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ പാപം ചെയ്യാൻ പ്രലോഭനം ഉണ്ടാകുമ്പോൾ പാപം ചെയ്യാതിരിക്കുമ്പോൾ അതാ ജഡത്തിലെ കഷ്ടം. മോശ അതാണ് ചെയ്തത്. മോശ ക്രിസ്തുവിന് വേണ്ടി ഏൽക്കുന്ന നിന്നാണ് ഈ പാപത്തിന്റെ ക്ഷണിക സുഖത്തേക്കാൾ നല്ലതെന്ന് കണ്ടു. ശരി, കാണണ്ടാത്ത ഒരു കാര്യം കാണുന്നെന്ന് കണ്ണു പറഞ്ഞു. കാണണ്ടാന്ന് വെക്കുമ്പോൾ ഒത്തിരി ഒരു സഫറിങ് ഉണ്ട് അതിനകത്ത്, ഇല്ലേ? ഒരു സഫറിങ് ഇല്ലേ? ശരി, ഒന്ന് കണ്ടു, രണ്ടാമത് നോക്കണ്ടെന്ന് തോന്നി കഴിയുമ്പോൾ അകത്തൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇതാ ജഡത്തിലെ കഷ്ടം എന്ന് പറഞ്ഞാൽ അകത്തൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ ശരി, എന്തെങ്കിലും ഷോർട്ട് കട്ടിക്കൂടെ പൈസ ഉണ്ടാക്കാനൊരു സാഹചര്യം വന്നു, കർത്താവിന് നിരക്കുന്നതല്ല. കൂടെയുള്ള എല്ലാവരും പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുക, നമ്മളപ്പോൾ സാമ്പത്തികമായിട്ട് പുറകോട്ട് പോകും. അപ്പോൾ ഒരു സെൽഫ് ഹ്യൂമിലിയേഷൻ ഉണ്ട്. നമുക്ക് മറ്റുള്ളവരെക്കാൾ നമുക്ക് പൈസ കുറവായിരിക്കും, മറ്റുള്ളവർ ജീവിക്കുന്ന ലൈഫ് സ്റ്റാറ്റസിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്കൊരു ഹ്യൂമിലിയേഷൻ ഉണ്ട്, ഒരു സഫറിങ് ഉണ്ട്, അല്ലെങ്കിൽ ലോകത്തിലൊരു ഇൻസൾട്ട് ഉണ്ട്. ഇത് ക്രിസ്തുവിന് വേണ്ടി ഏൽക്കുന്ന നിന്നെയാണ്. ഇതാണ് സഭയാകുന്ന ശരീരത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാനുണ്ട്. അത് നമ്മുടെ റോള് നമ്മൾ പ്ലേ ചെയ്തില്ലെങ്കിൽ കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ വലിയൊരു ഗ്യാപ്പ് നമുക്കെതിരായിട്ടുണ്ടാവും. നമ്മൾ ചെയ്യേണ്ട കോൺട്രിബ്യൂഷൻ നമ്മൾ ചെയ്തില്ല. അതുകൊണ്ട് ദി സൈൻ ഓഫ് ക്രിസ്ത്യൻ ഗ്രോത്ത് എന്ന് പറയുന്നത് കർത്താവിന് വേണ്ടി സഹിക്കാനുള്ള വില്ലിങ്നെസ്. ക്രിസ്ത്യൻ ഗ്രോത്തിന്റെ ഒരു സൈനായിട്ട് സഹനാന്ന് എഴുതിയേക്കുന്ന വേറൊരു സ്ഥലം കൂടെ ഉണ്ട്, പറയാം. സമയമായതുകൊണ്ട് ക്രിസ്ത്യൻ ഗ്രോത്തിന്റെ ഒരു സൈൻ എവിടെയാ? അവരെന്ന് വായിക്കുമ്പോൾ കൊളോഷ്യൻസ് 1:9 ശ്രദ്ധിച്ച് അത് വായിച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. കൊളോഷ്യൻസ് 1:9 തുടങ്ങി വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി, ഒന്നും ആരും വ്യാഖ്യാനം. നിങ്ങളെ കുറിച്ച് കേട്ട ദിവസം മുതൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദൈവഹിതത്തെ കുറിച്ചുള്ള അറിവും ആധ്യാത്മിക ജ്ഞാനവും വിവേകവും തികഞ്ഞവരാകാൻ വേണ്ടി ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവിന് യോഗ്യമാം വിധം ജീവിച്ച് അതൊന്നുകൂടെ ചിന്തിക്കുക. നമ്മൾ ഈ പറഞ്ഞതിന്റെ എല്ലാ ലേഖനങ്ങളിലും എല്ലാ അപ്പോസ്തലന്മാരും എപ്പോഴും എഴുതിയത് എന്താ? അങ്ങനെ കർത്താവിന് യോഗ്യമാം വിധം ജീവിച്ച്. അത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതം ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് നിരക്കുന്നതല്ലെങ്കിൽ നമ്മുടെ എല്ലാ പരിപാടിയും വ്യർത്ഥമാണ്. അങ്ങനെ ക്രിസ്തുവിന് കർത്താവിന് യോഗ്യമാം വിധം ജീവിച്ച് അവനെ പ്രീതിപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ. അപ്പൊ കർത്താവിനെ പ്രീതിപ്പെടുത്താൻ there is no other way, only one way ഉള്ളൂ. എങ്ങനെയാ? അതെ, കർത്താവിന്റെ സുവിശേഷത്തിന് യോഗ്യമാം വിധം ജീവിച്ച് മാത്രമേ കർത്താവിനെ പ്രീതിപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് തോന്നുന്ന എല്ലാം ഡിസെപ്ഷനാണ്. അവന് പ്രീതിപ്പെടുത്താൻ കഴിയട്ടെ. കഴിയട്ടെ. അപ്പോൾ സർവ്വവിധ സൽപ്രവർത്തികളുമാകുന്ന ഫലമുണ്ടാകും. ദൈവജ്ഞാനത്തിൽ വളരും. ദൈവത്തിന്റെ മഹത്വപൂർണമായ ശക്തിയാൽ നിങ്ങൾ എല്ലാ വിധത്തിലും ശക്തരാകുക. ഇനിയുള്ള ശ്രദ്ധിക്കണം. അങ്ങനെ എല്ലാം സസന്തോഷം സഹിക്കാനും ക്ഷമിക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ. പ്രകാശത്തിന്റെ രാജ്യത്തിൽ വിശുദ്ധർക്കുള്ള പൈതൃകത്തിൽ പങ്കുകാരാകാൻ നമ്മെ യോഗ്യരാക്കിയ പിതാവിന് സ്തോത്രം അർപ്പിക്കുക. അന്ധകാര ശക്തിയിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച് തന്റെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു. ഈ പുത്രനിൽ നമുക്ക് വീണ്ടെടുപ്പും പാപമോചനവും ഉണ്ട്. എത്ര ഗ്രേറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു. അതായത് അന്ധകാര ശക്തിയിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച്. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും അന്ധകാരത്തിന്റെ ശക്തിയിൽ കിടക്കണം. പിശാച് പിടിച്ച് മുറുക്കി വെച്ചേക്കുക. അതിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച് തന്റെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നു. അതിൽ 11ാം സെന്റൻസിൽ നമ്മൾ വായിച്ചു, ദൈവത്തിന്റെ മഹത്വപൂർണമായ ശക്തിയാൽ നിങ്ങൾ എല്ലാ വിധത്തിലും ശക്തരാകുക. ശക്തരാകുന്ന എങ്ങനെ അറിയുന്നത്? അടുത്ത സെന്റൻസ്. അങ്ങനെ എല്ലാം സസന്തോഷം സഹിക്കാനും ക്ഷമിക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ. സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യും. ഇപ്പൊ പോലീസിൽ നമ്മൾ പോകുമ്പോൾ പോലീസിൽ ചാർജ് ചെയ്ത് നമുക്ക് 2 അടി കിട്ടിയാൽ നമ്മൾ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യും, ഇല്ലേ? സന്തോഷത്തോടെ ആയിരിക്കും. അപ്പോ
ക്രിസ്ത്യൻ ആട്രിബ്യൂട്ട് ആണോ എന്ന് അറിയുന്നത് എങ്ങനെയാ? നമ്മുടെ കഷ്ടത്തില് നമ്മൾ പിറുപിറുക്കുന്നവരാണോ, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ചിലപ്പോൾ ഭർത്താവിനോട് ഭയങ്കര ഒബീഡിയന്റ് ആയിരിക്കും, പക്ഷെ മാറി എന്നിട്ട് പറയും, എന്ത് പറയും? അതെ, മാറി എന്നിട്ട് ഇങ്ങനെ പറയും. അപ്പൊ ഇതിൽ നിന്നാണ് നമ്മുടെ ജീവിത രീതി ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് നിരക്കുന്നതാണോ എന്ന് അറിയുന്നത്. നമുക്ക് കഷ്ടം വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ, അഡ്വേഴ്സ് സിറ്റുവേഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പേഴ്സൺസ് ആയിട്ട് എൻജോയ് ചെയ്യുമ്പോൾ ഇത് സസന്തോഷമല്ല സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നതെങ്കിൽ വി ഹാവ് ടു ഗ്രോ എ ലോട്ട്. നമ്മൾ ഇനിയും വളരണം. അറ്റ് ദി സെയിം ടൈം നമ്മൾ കർത്താവിന്റെ സുവിശേഷത്തെ കുറിച്ച് ഒന്നും മനസ്സിലാക്കിയിട്ടില്ലെന്ന് പറയാൻ പറ്റും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്ത്യൻ ലൈഫ്, കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, പക്ഷെ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു, അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കാം. അപ്പസ്തലന്മാർ പഠിപ്പിച്ചു നിങ്ങൾക്ക് ഈ ലോകത്തിൽ കഷ്ടമുണ്ട്. അപ്പൊ ഈ ലോകത്തിൽ കഷ്ടം ഇല്ലാന്ന് പഠിപ്പിക്കുന്നത് പിശാചിന്റെ സുവിശേഷം അത്. കാരണം അതാ 21st സെഞ്ചുറിയിലെ സുവിശേഷം. നമ്മൾ അതിൽ ഡിസീവ്ഡ് ആകരുത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു കാര്യം ഒന്നോടെ റിപ്പീറ്റ് ചെയ്യുക, നമ്മുടെ ജീവിത രീതി ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് നിരക്കുന്നതാകട്ടെ. അതാണ് ഏറ്റവും പ്രധാനം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ, പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം